ഓക്കെ, അപ്പൊ ഇടത്തന്മാര് മുഖ്യ ന്യൂസുകളാണ് ഫസ്റ്റ് സെഗ്മെന്റ് എടുക്കുന്നത്. കാണുന്നുണ്ടല്ലോ അല്ലെ? കാണാം. അതായത് ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ ആരിഫായി പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഏതായാലും ആഡ്സ് ഒക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ന്യൂസ് ഇടത്തന്മാര് മുക്കിയിട്ടുള്ളത്, ഇസ്രായേൽ സേസ് ഇറ്റ് സ്ട്രൈക്ക് സൈറ്റ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് പ്രിസിഷൻ മിസൈൽസ് ഇൻ ഈസ്റ്റേൺ ലെബനോൻ. ഇത് ഇടത്തന്മാരുടെ ഇഷ്ടപ്പെട്ട ന്യൂസ് ആയിരുന്നു. വലത്തന്മാർ കുറച്ചേ ചെയ്തിട്ടുള്ളൂ. സെൻറ്ററും പിന്നെ വലത്തന്മാരൊക്കെ അത്യാവശ്യത്തിന് ചെയ്തിട്ടുണ്ട്. പക്ഷെ ലെഫ്റ്റിന്റെ ഇഷ്ടപ്പെട്ട ന്യൂസ് ആയിരുന്നു. അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇസ്രായേൽ ലെബനാനിൽ പോയി ബോംബിട്ടു എന്നുള്ള രീതിയിൽ ന്യൂസ് പടച്ചുവിടുകയും, അപ്പോൾ ഇത് പറയണത് ഇടത്തന്മാരുടെ ന്യൂസ് ചാനലുകളിൽ 2023 ഒക്ടോബർ 7 പലസ്തീനും, അതായത് ഈ ഗാസ ഇസ്രായേൽ യുദ്ധം തുടങ്ങുന്ന സമയത്ത് ഈ ലെബനാനായിട്ടും അതേ സമയത്ത് ലെബനോനിലെ ഹെസ്ബുള്ള ആയിട്ടും അടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു യുദ്ധം. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇസ്രായേൽ എന്നുള്ള രാജ്യം ചുറ്റുവട്ടത്തുള്ള രാജ്യങ്ങളായിട്ട് ആ രാജ്യങ്ങളൊക്കെ ഇസ്രായേൽ നശിപ്പിക്കാൻ നോക്കുമ്പോൾ ഇസ്രായേൽ ഒറ്റക്ക് നിന്നിട്ട് ഇതിനെ അയൺഡോം വഴി തടയുകയും ബാക്കിയുള്ള സ്ഥലത്തോട്ട്, അപ്പൊ ഈ അയൺഡോം വഴി തടയുകയും ഈ പറഞ്ഞ പോലത്തെ സ്ഥലങ്ങളിലോട്ട് പ്രിസിഷൻ അറ്റാക്സ് വഴി ആ മിസൈൽ കേന്ദ്രങ്ങളും ആ സെന്റേഴ്സും മാത്രം ടാർഗറ്റ് ചെയ്തിട്ടുള്ള പരിപാടികളായിരുന്നു ഇസ്രായേൽ ചെയ്തുകൊണ്ടിരുന്നത്. അതായത് സിവിലിയൻസിന് കഴിയാത്തോളം പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ രീതിയിലായിരുന്നു പ്രിസിഷൻ സ്ട്രൈക്സ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പൊ ഈ ഇടത്തന്മാർ ന്യൂസുകളിൽ പറയുന്നത്, അമേരിക്ക ഇടപെട്ട് ട്രൂസ് ഏർപ്പെടുത്തിയിരുന്ന, കുറച്ച് മാസങ്ങൾക്ക് മുന്നേ അമേരിക്ക ട്രൂസ് ഏർപ്പെടുത്തിയിരുന്ന ഈ സഖ്യം, ഈ ഒരു എഗ്രിമെന്റ്, അതായത് ട്രൂസ്, അതായത് യുദ്ധം നിർത്തി എന്നുള്ള രീതിയിൽ അതിനെ ഇസ്രായേൽ വീണ്ടും പൊളിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ അതിന് പൊളിക്കാനുള്ള കാരണം, അപ്പൊ അത് പൊളിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഇവർ റിപ്പോർട്ട് ചെയ്തത്. പക്ഷെ ഇവരുടെ മൂട്ടിൽ തന്നെ വെടിവെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഇതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ദി മിലിറ്ററി സെഡ് ദാറ്റ് ഇറ്റ് വിൽ കണ്ടിന്യൂ ഓപ്പറേഷൻസ് ടു റിമൂവ് എനി ത്രെറ്റ് പോസ്ഡ് ടു ഇസ്രായേൽ. അതായത് അവർ യുദ്ധം നിർത്തിയെങ്കിലും, യുദ്ധം നിർത്തിയെന്ന് പറയുന്നു പുറത്ത്, ഉള്ളിലെ തക്കിയെ കളിച്ചുകൊണ്ട് അവിടുന്ന് ഹെസ്ബുള്ള വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിന്റെ ഉള്ളിൽ. അപ്പോ അതുകൊണ്ടാണ് ഇസ്രായേൽ വീണ്ടും ഈ ട്രൂസ് ബ്രേക്ക് ചെയ്യേണ്ടി വന്നത് എന്നുള്ളതാണ് ഒരു നഗ്ന സത്യം. അപ്പൊ അങ്ങനത്തെ രീതിയിലുള്ള ന്യൂസുകൾ, അപ്പൊ ഈ യുദ്ധം വീണ്ടും തുടങ്ങിയത് ഇസ്രായേലാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോ ഈ ഇടത്തന്മാര് ന്യൂസ് പെരുപ്പിച്ചു കൊണ്ട് നടക്കുന്നത്. സത്യാവസ്ഥ അവരുടെ മൂട്ടിൽ തന്നെ വെടിയൊക്കെ ആയിരുന്നു എന്നുള്ളതാണ് നമുക്ക് ന്യൂസുകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവണത്. അപ്പൊ അപ്പോഴും നമുക്ക് വേറെ കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇസ്രായേൽ പിന്നെ ഹെസ്ബുള്ളയോ പിന്നെ ഹമാസോ പോലുള്ള ഇസ്ലാമിക തീവ്ര സംഘടന ചെയ്യുന്ന പോലെ ജനങ്ങളെ, സിവിലിയൻസിനെ അറ്റാക്ക് ചെയ്യല്ല ചെയ്തിട്ടുള്ളത്. മറിച്ച് പ്രിസിഷൻ സ്ട്രൈക്ക് വഴി എവിടുന്നാണോ ഇസ്രായേലിലോട്ട് ബോംബുകൾ വന്നിട്ടുള്ളത്, മിസൈൽസ് വന്നിട്ടുള്ളത്, ആ സ്ഥലങ്ങളിലോട്ട് പ്രിസൈസ്ലി മിസൈൽസ് തൊടുത്ത് വിടുകയും പ്രിസിഷൻ സ്ട്രൈക്സ് ആണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഒരു വ്യക്തമായിട്ടുള്ള നഗ്ന സത്യം. ഇനി അടുത്ത ന്യൂസിലോട്ട് പോകുമ്പോൾ, ലെഫ്റ്റ് ഒഴിച്ചു വെച്ച, അതായത് ഇടത്തന്മാർ ഒഴിവാക്കിയ ന്യൂസാണ്. വലത്തന്മാര് മാത്രം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അതായത് ഇസ്രായേൽ പോലീസ് അറസ്റ്റ് മാൻ ഇൻ കിരിയത് ഗട്ട് ഫോർ ത്രെറ്റനിങ് ടു കിൽ പ്രൈം മിനിസ്റ്റർ നേതന്യാഹു. അതായത് നേതന്യാഹു എന്തോ വലിയ സ്വച്ഛാധിപതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിൽക്കുകയും, നേതന്യാഹുവിന് ഒന്നും വരാനില്ല, അല്ലെങ്കിൽ നേതന്യാഹു ഒരു പിന്നെ ഒരു ബഫറിന്റെ ഉള്ളിൽ സുരക്ഷിതമായി ഒരു ബങ്കറിന്റെ ഉള്ളിൽ ഇരിക്കുകയാണെന്നുള്ള രീതിയിലുള്ള പ്രതീതിയൊക്കെ സൃഷ്ടിച്ചുകൊണ്ട്, ഒരു ബങ്കറിനുള്ളിൽ നിന്നിട്ട് ഒരു സ്വച്ഛാധിപതി പിന്നെ ഫോണിലൂടെ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതീതിയൊക്കെ വെച്ചുകൊണ്ട് ഊതിപ്പെരുപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഹമാസ്, ഖത്തർ, തുർക്കി, ഇറാനിൽ നിന്നുള്ള ഫേക്ക് ന്യൂസ് സംഭവങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പ്രൈം മിനിസ്റ്ററിനെതിരെ അവിടെ ഈ പറഞ്ഞ പോലെ ഡെത്ത് ത്രെറ്റ്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള സംഭവം അവിടെ ന്യൂസുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇടത്തന്മാരുടെ ഈ നരേറ്റീവിന് എതിരാണല്ലോ അത്. അതുകൊണ്ട് അവരത് റിപ്പോർട്ട് ചെയ്യുന്നില്ല, മറിച്ച് വലത്തന്മാരാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരുന്നത്. അപ്പോൾ അസാസിനേഷന് മുന്നേ തന്നെ അവർ അറസ്റ്റ് ചെയ്യുന്നു. അവരുടെ ആ ഒരു പോക്കിരി നേരത്തെ പറഞ്ഞ പോലെ തന്നെ അമേരിക്കയിലാണെങ്കിൽ CIAയും FBI തമ്മിലുള്ള അവരുടെ പ്രിസിഷൻ ഇൻഫർമേഷൻ സിസ്റ്റം ഉള്ളതുകൊണ്ടും, ഇസ്രായേലിലാണെങ്കിൽ IDFന്റെയും മൊസാദിന്റെയും പ്രിസിഷൻ സിസ്റ്റം ഉള്ളതുകൊണ്ട് അവർ പെട്ടെന്ന് തന്നെ ഇത് മനസ്സിലാക്കുന്നു, ഇയാൾ അറസ്റ്റ് ചെയ്യുന്നു. അങ്ങനത്തെ പരിപാടികളാണ് ഇസ്രായേലിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കോമഡിയാണ്. ഇടത്തന്മാരുടെ സ്വന്തം പാർട്ടിയായിട്ടുള്ള ലേബർ പാർട്ടിയിൽ നിന്നിട്ട് ലേബർ കൗൺസിലർ, UK നിന്നിട്ടുള്ള കെയർ സ്റ്റാമറിന്റെ പാർട്ടി, അവിടുന്ന് ഒരു കൗൺസിലർ, അതായത് MP പോലത്തെ ഒരാൾ പറയാണ്, ലേബർ കൗൺസിലർ അപ്പോളജൈസസ് ആഫ്റ്റർ ബ്രാൻഡിങ് ഫ്ലാഗ് റൈസേഴ്സ് ആസ് ക്രിമിനൽസ്, എക്സ്ട്രീമിസ്റ്റ്സ് ആൻഡ് നോൺസെൻസ്. അപ്പോൾ ഇതിന്റെ കോണ്ടെക്സ്റ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇടത്തന്മാര് മുഖ്യ വാർത്തയാണ്. വലത്തന്മാരാണിത്
കൂടുതലായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ന്യൂസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞതിന്റെ മുന്നത്തെ ആഴ്ച ടോമി, അതായത് നമ്മുടെ ടോമി കൊണ്ടുവന്നിരുന്ന ആ ഒരു ടോമി റോബിൻസന്റെ ആ ഒരു സ്ട്രൈക്കിൽ, ആ ഒരു മാർച്ചിൽ 1.5 ലക്ഷം ആൾക്കാർ പങ്കെടുത്തിരുന്നു. അപ്പോൾ ഈ യൂണിയൻ ജാക്ക് എന്ന് പറയുന്ന അവരുടെ കൊടിയും സെന്റ് ജോർജിന്റെ, ഇവരുടെ ചിഹ്നമായിട്ടുള്ള സെന്റ് ജോർജിന്റെ കൊടിയാണ് ഇവർ മുന്നോട്ട് കൊണ്ടുവന്ന് നടന്നിരുന്നത്. അപ്പൊ അങ്ങനെ പിടിച്ചവരൊക്കെ തീവ്ര വലതുപക്ഷം എന്ന് പറഞ്ഞുകൊണ്ട് ക്യാൻസൽ ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ ഈ ഒരു അടിസ്ഥാനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്ര ആൾക്കാർ വന്നു ചേർന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഇടത്തന്മാരുടെ ആ ഒരു ബാധ, ആ ഒരു അണുബാധ, ആ പോക്കിസത്തിന്റെ അണുബാധ പിടിപെട്ടിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് അത് അണുബാധ ഏർപ്പെട്ടിട്ടുള്ള ഒരാൾ പറയാണ്, ക്യാൻസൽ ചെയ്യാണ്. അതായത് ഇവരൊക്കെ, അതായത് സ്വന്തം രാജ്യത്തെ സ്വന്തം കൊടി ഇവിടെ റേസ് ചെയ്തതിന്, അതായത് നമ്മൾ ഇന്ത്യയിൽ നമ്മുടെ കൊടി റേസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണോ അതേപോലെ അവർ റേസ് ചെയ്തതിന്, നമ്മൾ ഇന്ത്യയിൽ നമ്മളെ കൊടി റേസ് ചെയ്ത് കഴിഞ്ഞാൽ അയാളെ തീവ്രവാദി എന്ന് വിളിക്കുന്ന പോലെ അങ്ങനത്തെ രീതിയിൽ സ്വന്തം രാജ്യത്തെ കൊടി ഉയർത്തിപ്പിടിച്ചതിന്, അങ്ങനെ ഒരു സമരം നടത്തിയതിന് അവരെന്താ വിളിച്ചത്? ക്രിമിനൽസ്, കുറ്റവാളികൾ, എക്സ്ട്രീമിസ്റ്റ്, തീവ്രവാദികൾ. എന്നിട്ട് നോൺസെസ്, ഈ നോൺസെസ് എന്നുള്ള വേർഡ് ഇതിൽ ഭയങ്കര തമാശയാണ്. കാരണം നോൺസെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ പീഡോഫൈൽ എന്ന അർത്ഥം. അതായത് പീഡോഫൈൽ എന്ന് പറഞ്ഞാൽ എന്താ എല്ലാവർക്കും അറിയാലോ, കുട്ടികളോട് കാമം തോന്നുന്ന ആൾ. അപ്പോൾ എനിക്ക് മനസ്സിലാവാത്തത്, ഇവര് ഈ സ്വന്തം രാജ്യത്തെ കൊടി പിടിക്കുന്ന ആൾക്കാരും അത് ഇവരെന്തിനാണ് കൊടി പിടിക്കുന്നത്? ഗ്രൂമിംഗ് ഗാങ് എന്ന് പറയുന്ന കുറെ സംഭവങ്ങൾ യുകെയിൽ നടന്ന് ഇറങ്ങിയേറിക്കൊണ്ടിരിക്കുന്നു, അതിനെ എതിർത്തുകൊണ്ടിരിക്കുന്നു. എതിർത്തവരൊക്കെ ഇതേപോലെ ഫാർ റൈറ്റ് തീവ്രവാദികൾ എന്നൊക്കെ പറഞ്ഞിട്ട് ക്യാൻസൽ ചെയ്ത് ടോമി റോബിൻസിനെ പോലത്തെ ആളുകൾ ജയിലിലിട്ട് അവരുടെ വോയിസസ് ഇല്ലാതാക്കാൻ നോക്കുകയും അവരെ കൊല ചെയ്യാൻ നോക്കുകയും നശിപ്പിക്കാൻ നോക്കുകയും ഇടയുന്നതിന്റെ ഇടയിൽ ജനങ്ങൾക്ക് പൊറുതിമുട്ടിക്കൊണ്ട് അപ്പോഴും അവർ വയലൻസിലോട്ട് റിസോർട്ട് ചെയ്തിട്ടില്ല. കൊടികൾ പിടിച്ചുകൊണ്ട് അവർ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്നിട്ടും ഈ ഇടത്തന്മാർക്ക് ഇത് ഇഷ്ടപ്പെടുന്നില്ല. ഇത്ര ആൾക്കാരായിട്ട് ഇത്രയും ജനങ്ങളൊക്കെ അവർക്ക് എതിരാന്നൊക്കെ അറിയുമ്പോൾ, അപ്പോൾ അവർക്ക് എതിരെ ഒരു വോയിസ് വരുമ്പോൾ ഇസ്ലാമിന്റെ ആ ട്രൈബലിസ്റ്റിക് ഇൻടോളറൻസ് ആ ലെഫ്റ്റിലോട്ട് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതിന്റെ ഒരു അസൽ എക്സാമ്പിൾ ആണ്. അവരെ ക്യാൻസൽ ചെയ്യാണ്, ക്രിമിനൽസ്, എക്സ്ട്രീമിസം. ഇതിൽ നോൺസെൻസ് എന്ന് പറയുന്ന വേർഡാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. കാരണം ഇവർ പറയണത് ഇവരൊക്കെ പീഡോഫൈൽസ് ആണെന്നാണ്, അത് സ്വന്തം രാജ്യത്തെ കൊടി പിടിക്കുന്നവർ. അപ്പൊ ഇവര് സഖ്യത്തിൽ ഏർപ്പെട്ട ആൾക്കാരാരാണ്? ഇസ്ലാമിസ്റ്റുകൾ. അവരെന്താണ് യുകെയിൽ ചെയ്തിട്ടുള്ളത്? ഗ്രൂമിംഗ് ഗാങ്സ്. അതായത് അവിടത്തെ വൈറ്റ്സ് ആയിട്ടുള്ള ഗേൾസിനെ പിടിച്ചു കൊണ്ടുപോയി കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയിട്ട് അവരെ ഗ്രൂം ചെയ്തിട്ട് അവരെ നഴ്സറി ചെയ്ത് അവരെ പ്രഗ്നന്റ് ആയിട്ട് കുട്ടികളുണ്ടാക്കുന്ന പരിപാടികളാണ്. അങ്ങനത്തെ പീഡോഫിലിക് റിങ്ങുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവർക്കെതിരെയാണ് ഒരു കൊടി പിടിച്ചിട്ടുള്ളത്. എന്നിട്ട് അവരായിട്ടാണ് ഈ ലേബർ പാർട്ടി ലെഫ്റ്റുകൾ, ഇസ്ലാമ ലെഫ്റ്റ് എന്നുള്ള സഖ്യം ഏർപ്പെടുത്തിയിട്ടുള്ളത്. എന്നിട്ട് അവരാണ് സ്വന്തം രാജ്യത്തെ കൊടി പിടിച്ച ആൾക്കാരെ നോൺസെസ്, പീഡോഫൈൽസ് എന്ന് വിളിക്കുന്നത്. ഇതാണ് ഇടത്തന്മാരുടെ അടുത്ത ഇരട്ടത്താപ്പ് എന്ന് പറയുന്നതിന്റെ അടുത്ത എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇത് ഇടത്തന്മാർ മുക്കിയ ന്യൂസാണ്. പക്ഷെ ലേബർ പാർട്ടി മാപ്പ് പറഞ്ഞു എന്നുള്ള ന്യൂസ് ഇടത്തന്മാർ മുക്കുകയും വലത്തന്മാരാണ് പുറത്ത് പറഞ്ഞത്. ഇനി നമ്മൾ ജനറൽ ആയിട്ടുള്ള ന്യൂസുകളിലോട്ട് വരാം. ഇത് US may soon sanction entire international criminal court over Israel war crimes probe. അതായത് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിനെ പറ്റി നമുക്കറിയാം. നമ്മളെ നെതന്യാഹുവിനെതിരെയും ഇസ്രായേലിനെതിരെയും ഒക്കെ ജനോസൈഡ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചാർജസ് മുന്നോട്ട് വെച്ചിരിക്കുന്ന ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടാണ്. ഇവർക്കെതിരെ ട്രംപ് ഇതിനെ മുന്നേ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളും ഈ പറഞ്ഞ പോലെ UN കീഴിൽ വരുന്നതുകൊണ്ട് തന്നെ കഴിഞ്ഞ ലൈവിലും അതിന് മുന്നത്തെ ലൈവിലൊക്കെ പല ലൈവിലും നമ്മൾ പറഞ്ഞുള്ള ഒരു കാര്യമാണ്. UN ഇപ്പൊ ഇന്നത്തെ ലൈവിന്റെ തന്നെ ടോപ്പിക് അത് തന്നെയാണ്. അതായത് UN-ന്റെയും EU-ന്റെയും ക്രെഡിബിലിറ്റി എത്രത്തോളം മോശമാണ് എന്നുള്ള സൂചിപ്പിക്കുന്ന ഇതാണ് നമ്മളിത് കാണുന്നത്. അപ്പോൾ അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഈ സംഭവം എന്ന് പറയുന്നത്. അതായത് ഈ പറഞ്ഞ പോലെ US may soon sanction entire international criminal court over Israel war crimes. അതായത് ഇസ്രായേലിന്റെ അപ്പോൾ ആ രീതിയിൽ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ട ഒരു ക്രിമിനൽ കോർട്ടാണ്. അപ്പൊ ആ ക്രിമിനൽ കോർട്ട് പിന്നെ US-ൽ നിന്നിട്ട് ട്രംപ് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ICC-നോടുള്ള ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. ആ രീതിയിൽ അപ്പോൾ സാങ്ഷൻസ് ഏർപ്പെടുത്താൻ നോക്കുകയാണ് US. അതായത് കാരണം ഈ പറഞ്ഞ പോലെ ഒരു തെളിവുകളും ഇല്ലാതെ ഇസ്രായേലിനെ ജനോസൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നെതന്യാഹുവിനെ വാർ ക്രിമിനൽ ആക്കുന്നു, അങ്ങനത്തെ രീതിയിലുള്ള പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ US-ൽ നിന്ന് ആ സാങ്ഷൻ ചെയ്യാനുള്ള പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ICC അങ്ങനത്തെ UN-ന്റെ ബോഡീസ്, UNRWA പറ്റിയിട്ട് ആരിഫ് ഭായ് തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ UN-ന്റെ ഇങ്ങനത്തെ ബോഡീസിന്റെ ഒക്കെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇങ്ങനത്തെ ബോഡീസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനത്തെ ആൾക്കാരാണ്. അതായത് ഈ പറഞ്ഞ പോലെ ഇപ്പം അടുത്ത് അവിടുത്തെ ഒരു പ്രോസിക്യൂട്ടറിനെ പിന്നെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. അതായത് പുള്ളിക്ക് ICC prosecutor Khan accused of retaliation for sexual misconduct allegations. ഈ കരീം ഖാൻ എന്ന് പറയുന്ന അവിടുത്തെ മെയിൻ ICC ക്രിമിനൽ കോർട്ടിലെ മെയിൻ പ്രോസിക്യൂട്ടറുള്ള ആൾക്കെതിരെ സെക്ഷൽ ഹറാസ്മെന്റ്, സെക്ഷൽ മിസ്കണ്ടക്ട്, റേപ്പ് അലിഗേഷൻസ് വരുന്നു. ഇയാൾ അവിടുന്ന് മാറ്റുന്നതിന് പകരം ഇയാളെ വീണ്ടും അവിടെ കയറൂറി വിട്ടുകൊണ്ട് ഇയാൾക്കെതിരെ കേസ് എടുത്തവർക്കെതിരെ അല്ലെങ്കിൽ ഇയാൾക്കെതിരെ കുറ്റാരോപിച്ചിരുന്ന ആൾക്കാർക്കെതിരെ ഇയാള് പക വീട്ടുന്ന രീതിയിലോട്ടുള്ള ചാൻസസ് വരെ UN പോലത്തെ ബോഡീസ്, ICC എന്ന് പറയുന്ന ആ ഒരു UN കീഴിൽ വരുന്ന ICC ബോഡീസ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇങ്ങനത്തെ ആൾക്കാരെ നമുക്ക് ഈ ICC അല്ലെങ്കിൽ UN, EU പോലത്തെ ഇതിനെ എങ്ങനെയാണ് നമുക്ക് ഇനി വിശ്വസിക്കാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു അടിസ്ഥാനത്തിൽ മാലി, ബുർക്കിനഫാസോ, നൈജർ പോലെയുള്ള രാജ്യങ്ങൾ ICCയിൽ നിന്ന് വിടവാങ്ങുകയാണെന്ന് പറയുകയാണ്. അവിടുത്തെ ഭരണകർത്താക്കളൊന്നും വലിയ വെളുത്ത തൂവൽ പക്ഷികളൊന്നുമല്ല. പക്ഷെ നമുക്കറിയാം നൈജീർ, ബുർക്കിനഫാസോ, മാല ഈ 3 രാജ്യങ്ങളിലും, ആഫ്രിക്കയിലെ പല രാജ്യങ്ങളും ഈ 3 രാജ്യങ്ങളിലും ഇസ്ലാമിക് സ്റ്റേറ്റ് പോലത്തെ സംഭവങ്ങൾ, തീവ്രവാദി സംഭവങ്ങൾ, മുസ്ലിം ബ്രദർഹുഡിന്റെയും ഇസ്ലാമിക് സ്റ്റേറ്റിന്റെയും പോലത്തെ മുസ്ലിം തീവ്രവാദം നടന്നുകൊണ്ടിരിക്കുന്ന ഏരിയകളാണ് അവിടുത്തെ ജനങ്ങൾക്കെതിരെ. അപ്പോൾ അവിടുത്തെ ജനങ്ങൾക്കെതിരെ ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ രീതിയിലുള്ള നിയമങ്ങളോ ആ രീതിയിലുള്ള സാങ്ഷൻസ് ഒന്നും UN കയ്യിൽ നിന്നും ICCന്റെ കയ്യിൽ നിന്നും വരാത്തത് കൊണ്ട് അവിടുത്തെ ഭരണകൂടം വലിയ നല്ലതൊന്നുമല്ല. പക്ഷെ ഈ തീവ്രവാദ പരിപാടികൾക്കെതിരെ ഇവർക്കെതിരെ സഖ്യത്തിൽ ഏർപ്പെടാത്തത് കൊണ്ടോ ഇവരെ സഹായിക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള എഫേർട്സ് ഒന്നും ഇസ്ലാമിക തീവ്രവാദത്തിനെ ചെറുക്കാൻ വേണ്ടി ICCയോ UN ചെയ്യാത്തത് കൊണ്ട് അവിടുത്തെ ഈ 3 രാജ്യങ്ങൾ പറയാണ് ഞങ്ങൾ ഇതിന്ന് വിഡ്രോ ചെയ്യാണ് എന്ന് പറയാണ്. അപ്പോൾ ഇതാണ് അവിടുത്തെ ഒരു സംഭവം. ഇനി അപ്പൊ UN-ഉം ഇങ്ങനത്തെ UN-ഉം ICC, EU പോലത്തെ സംഭവങ്ങൾ ശരിക്കും എതിർക്കേണ്ടിയിരുന്നത് ഇങ്ങനത്തെ സാധനങ്ങളെയാണ്. അതായത് ഈ ഇസ്ലാമിക തീവ്രവാദം അങ്ങനെ സാധനങ്ങളൊക്കെ അതിന് എതിർക്കേണ്ടതിന് പകരം ഇവരെങ്ങനെ മൂട് താങ്ങി നിൽക്കണോണ്ട്, പലസ്തീൻ എന്ന് പറഞ്ഞ് മൂട് താങ്ങി നിൽക്കുന്നതുകൊണ്ട് എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ഇറ്റലിയിൽ ഞങ്ങൾ പലസ്തീനെ അംഗീകരിക്കത്തില്ല എന്ന് അവിടുത്തെ മെലോണിന്റെ ഭരണകൂടം പറഞ്ഞപ്പോൾ ഈ പറഞ്ഞ പോലത്തെ ഇസ്ലാമോ ലെഫ്റ്റ് ഗ്യാങ് അവിടെ കയറിയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത രാജ്യത്ത് കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. പ്രോ പലസ്തീനിയൻ പ്രൊട്ടസ്റ്റേഴ്സ് ക്ലാഷ് വിത്ത് കോപ്സ് ഇൻ ഇറ്റലി ഓവർ ഗാസ വർ പോർട്സ് ബ്ലോക്ക്ഡ്. അതായത് ഈ രീതിയിലുള്ള അവരുടെ ആ ഒരു ട്രൈബലിസ്റ്റിക് ഇൻടോളറൻസ്, എനിക്ക് തോന്നുന്നു ലെഫ്റ്റുകൾ നമ്മുടെ ഇസ്ലാമിസ്റ്റുകളുടെ അടുത്ത് നിന്ന് കുറെ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തോ അവർക്ക് ഈ രീതിയിലുള്ള അലിലോഫിലിക്, അതായത് വേറെയുള്ള സംസ്കാരത്തിന് ഇഷ്ടപ്പെടുന്നു, ഓയ്ക്കോഫോബിക്, സ്വന്തം സംസ്കാരത്തിന് വെറുക്കുന്നു, ആ രീതിയിലുള്ള ഒരു പ്രത്യേക തരം ഒരു അസുഖം പിടിപെട്ടിട്ടുള്ള ആൾക്കാരാണ് ഈ ലെഫ്റ്റ് ലിബറൽ വോക്സ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവര് ഇസ്ലാമിക രാജ്യം എന്തോ വലിയ സംഭവമാണ്, ഇസ്ലാമിക കൾച്ചർ എന്തോ വലിയ സംഭവം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനത്തെ ആൾക്കാരായിട്ട് സഖ്യത്തിൽ ഏർപ്പെടുന്നു, ഇസ്ലാമോ ലെഫ്റ്റ് എന്ന സഖ്യത്തിൽ ഏർപ്പെട്ടുകൊണ്ട് സ്വന്തം രാജ്യം തന്നെ താറുമാറാക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഇറ്റലിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊന്നും കാണാതെ അപ്പൊ ഇതിനൊക്കെ ചെറുക്കുകയാണ് എന്ത് ചെയ്യേണ്ടത് ഈ EU, UN-ഉം ICC ഒക്കെ ചെയ്യേണ്ടത്. ഇതിന് പകരം അവർ ഈ പലസ്തീൻ എന്നും പറഞ്ഞുകൊണ്ട് ക്യാൻസൽ കൾച്ചറും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ലെഫ്റ്റ് ലിബറൽ വോക്സ്റ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പലസ്തീൻ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇവരെ സപ്പോർട്ട് ചെയ്യാതെ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ എതിർക്കാതിരിക്കുമ്പോൾ നടക്കുന്ന പ്രക്രിയകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇവർ ഇതിനെ ചെറുക്കുകയാണ് വേണ്ടത്, അല്ലാതെ സേഫ് പലസ്തീൻ എന്ന് പറഞ്ഞുകൊണ്ട് ലെഫ്റ്റ് ലിബറൽ വോക്സം ചെയ്യുകയല്ലായിരുന്നു വേണ്ടിയിരുന്നത്. ഇതേ സമയത്ത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിസഗ്രാഡ് ഗ്രൂപ്പ് ഓഫ് കൺട്രീസ് എന്ന് പറയുന്ന പോളണ്ട്, സെക്കിയ, സ്ലോവാക്യ, ഹംഗറി, നേരത്തെ EUയും UN-ന്റെ ഒക്കെ ഇരട്ടത്താപ്പ് മനസ്സിലാക്കിക്കൊണ്ട് ആ ലെഫ്റ്റ് ലിബറൽ വോക്സം മനസ്സിലാക്കിക്കൊണ്ട് അതിനെ എതിർത്ത് സംസാരിച്ചിരുന്ന ആൾക്കാരാണ്. അപ്പോൾ പോളണ്ട് ഇപ്പോൾ പറയാണ്, നമ്മൾ കഴിഞ്ഞ ചർച്ച ചെയ്തൊരു കാര്യമാണ്, എസ്തോണിയയിലൂടെയും പോളണ്ടിലൂടെയൊക്കെ റഷ്യ അടക്കിടക്ക് ഓരോ ഡ്രോണുകളെ വിട്ടുകൊണ്ട് പിടിച്ചടക്കാനുള്ള ഒരു പരിപാടികൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പോളണ്ട് പറയാണ് ഇനി ഈ പരിപാടി ചെയ്തു കഴിഞ്ഞാൽ, നവറോക്കിന്റെ ഭരണകൂടം പറയാണ് ഈ പരിപാടി ഇനി ചെയ്തുകൊണ്ട് കഴിഞ്ഞാൽ ഞങ്ങൾ ഇതിനെതിരെയുള്ള ഞങ്ങൾ നിങ്ങളെ എയർ സ്പേസ് ഇവിടെ ബ്ലോക്ക് ചെയ്യും എന്ന് പറയുകയാണ്. ആ രീതിയിലുള്ള ഒരു സംഭവം അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ദേ ആർ നോട്ട് വെയിറ്റിംഗ് ടു പാൻഡർ ടു ലെഫ്റ്റ് ലിബറൽ വോക്സ്റ്റേഴ്സ്. അത് UN-ന്റെയും EU-ന്റെയും പരിപാടികളും നടക്കില്ല, അല്ലെങ്കിൽ അവർ വോക്സ്റ്റേഴ്സ് ആണ്, അവരെ താത്തുന്നിട്ട് കാര്യമില്ല എന്നുള്ളത് കൊണ്ട് ഇവർ തന്നെ മുന്നിട്ട് സ്വന്തം രാജ്യത്തിനെ മുറുകെ പിടിച്ചുകൊണ്ട് അവർ തന്നെ ഇറങ്ങുകയാണ്. ഈ പരിപാടി ഇവിടെ നടക്കൂല, ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പോളണ്ട് ഇറങ്ങുകയാണ്.
അപ്പോൾ അതാണ്. അപ്പോൾ ഇയും യുഎനും ശരിക്കും ഇതിനെ പിന്തുണയ്ക്കാനുണ്ട്. പകരം അവിടെ കിടന്നിട്ട് പലസ്തീൻ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ വോക്കിസം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി റഷ്യ ഇപ്പോൾ പുടിൻ അണ്ണൻ പിന്നെ ജനങ്ങളെ ഒന്നും കെയർ ചെയ്യാതെ അവിടെ ഒരു സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് അടരാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജനങ്ങൾ റഷ്യയിൽ ഒരു ഫ്യൂവൽ ക്രൈസിസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് കാരണം ഈ ഓൺഗോയിങ് വാറാണ്. പിന്നെ ഉക്രൈനിയൻസ് തിരിച്ച് നല്ലോണം അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഡ്രോണുകൾ വഴി, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വഴി. അപ്പോൾ റഷ്യൻ ഫ്യൂവൽ ക്രൈസിസ് ഡീപ് വൈഡൻസ് ആഫ്റ്റർ ഉക്രൈനിയൻ അറ്റാക്ക് സോഴ്സസ്. നമ്മൾ ഈ ചാനൽ തന്നെ 1 വർഷം മുന്നേ നമ്മൾ ചർച്ച ചെയ്തിട്ടൊരു കാര്യമാണ്. അതായത് റഷ്യ പുറത്ത് പറയുന്ന കാര്യങ്ങളല്ല റഷ്യത്തെ ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് പറയുന്നത്. അവിടെ 1 വർഷം മുന്നേ തന്നെ അവിടുത്തെ ഡെവലപ്മെന്റ്, വികസനം പരിപാടികളായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള സാറ്റലൈറ്റ് ഇമേജസ് വെച്ചിട്ട് പിന്നെ അവിടുത്തെ വികസനം വളരെ കുറഞ്ഞിട്ടുണ്ട്. ജനങ്ങളൊക്കെ അവതാളത്തിലാണ്. പല സ്ഥലങ്ങളിൽ ഇലക്ട്രിസിറ്റി തന്നെ ഇല്ല എന്നുള്ള രീതിയിലുള്ള ജിസ് വെച്ചിട്ടുള്ള ഇൻഫർമേഷൻ, റിമോട്ട് സെൻസിങ് വെച്ചിട്ടുള്ള ഇൻഫർമേഷൻ നമ്മളിവിടെ ഷെയർ ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു. വളരെയധികം പ്രശ്നത്തിലോട്ടാണ് അവിടെ ജനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി മിക്കവാറും നമ്മുടെ ലിബിയയിൽ ഖദ്ദാഫിനെ ഏതുപോലെയാണ് ജനങ്ങൾ തൂക്കിയെടുത്തുകൊണ്ട് വലിച്ചഴച്ചുകൊണ്ട് തെരുവിലൂടെ വലിച്ചഴച്ചുകൊണ്ട് കൊണ്ടുപോയത്, അതേപോലെ തന്നെ റഷ്യയിലും പുടിനെയും വലിച്ചഴച്ചു കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയിലോട്ട് എത്തുമെന്നാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി മറിച്ച് ഇപ്പോൾ അവസാനം പുടിന് പിന്നെ ഏതുപോലെയാണോ പിന്നെ അവരുടെ ഒപ്പോസിഷൻ പാർട്ടിനൊക്കെ കൊന്നുകൊള്ളുന്നത്, ഇതേപോലെ റഷ്യത്തെ എല്ലാ ജനങ്ങളെയും കൊന്നുകൊള്ളേണ്ടി വരും പുടിന് ഭരണം നിർത്തണമെങ്കിൽ എന്നുള്ള രീതിയിലോട്ട് വരെ വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി യുഎന്നിന്റെ വേറൊരു നാടകം നമ്മളിപ്പോൾ അടുത്തൊരു കണ്ടതാണ്. അതായത് മഹ്മൂദ് അബ്ബാസ് എന്ന് പറയുന്ന പലസ്തീനിയൻ അതോറിറ്റിയുടെ ആള് വന്നിട്ട് പ്രസംഗിക്കുകയാണ്. അബ്ബാസ് പ്രോമിസസ് യുഎൻ ദാറ്റ് PA, Palestinian Authority, will reform after France recognizes Palestinian state, says pay to slave payments are over. അപ്പൊ പുള്ളിക്കാരെ സമ്മതിക്കുകയാണ്. അതായത് ഞാൻ പൈസ കൊടുത്ത ആൾക്കാരെ കൊല വിളിച്ചിട്ടുണ്ട് എന്നുള്ളൊരു നഗ്ന സമ്മതിക്കലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സ്വന്തമായി തീവ്രവാദി എന്ന് സമ്മതിക്കുന്ന ഒരാളെ കയ്യിലാണ് അവിടെ താക്കോല് കൊടുക്കാൻ പോണത് UN. ഇങ്ങനത്തെ രീതിയിലുള്ള പരിപാടികളാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിൽ വേറൊരു കോമഡി എന്താ വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ ഞാൻ ഇനി മാറും എന്നാണ് പറയുന്നത്. അതിന് കാരണം എന്താണ്? പലസ്തീൻ ഞങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ, അതായത് മൂപ്പർക്ക് ഭരണം കിട്ടി കഴിഞ്ഞാൽ മൂപ്പര് മാറുന്ന പറയുന്നത്. ചരിത്രപരമായിട്ട് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഭരണമില്ലാത്ത ആൾക്കാർ ചെറ്റകളെ നടക്കുമ്പോൾ ഭരണം കിട്ടിക്കഴിഞ്ഞാലും അവര് പിന്നെ വലിയ രീതിയിലുള്ള സ്വച്ഛാധിപതികളാവാനാണ് കൂടുതൽ ചാൻസസ് ഉള്ളത്. അപ്പൊ കള്ളന്റെ കയ്യിൽ താക്കോല് കൊടുക്കുന്ന പോലെയാണ് ഇപ്പൊ അബ്ബാസിനും പിന്നെ പലസ്തീൻ അതോറിറ്റിനും ഈ പറഞ്ഞ പോലെ പലസ്തീന് കൊടുക്കാൻ പോണത്. ഈ വലിയ യുഎന്നിന്റെ ഒപ്പമുള്ള ഈ പറഞ്ഞ പോലെ ഫ്രാൻസ്, UK, ഓസ്ട്രേലിയ, കാനഡ ഒക്കെ. ഇതാണ് ഇവരുടെ പരിപാടി. സ്വന്തം മൂട്ടിൽ വെടിവെച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇനി അബ്ബാസ് അണ്ണന്റെ വേറൊരു പരിപാടി എന്താ വെച്ചാൽ, അപ്പൊ അബ്ബാസ് അണ്ണൻ ഈ പറഞ്ഞതിന് ശേഷം നെതന്യാഹു വന്ന് സംസാരിക്കുന്നു. നെതന്യാഹു പറയുന്നു പലസ്തീൻ അംഗീകരിക്കുന്ന ആൾക്കാർ സ്വന്തം മൂട്ടിൽ വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ്, October 7 നിങ്ങൾ മറന്നു പോവാണ് എന്ന് പറഞ്ഞു. ഇതിന് പിന്നെ അവിടെ നടന്നത് പിന്നെ ക്യാൻസൽ കൾച്ചറിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ടുള്ള വാക്കൗട്ടാണ്. അതായത് പുള്ളിക്കാരൻ പറഞ്ഞ കാര്യങ്ങളെ ഒന്നും വ്യക്തപരമായിട്ട് പുള്ളിക്കാരൻ ഫാക്ട് സഹിതം പറഞ്ഞപ്പോൾ പുള്ളിക്കാരന് അത് ഒരു രീതിയിലുള്ള ഡിബേറ്റ് ഏർപ്പെടുത്തി അങ്ങനെ എന്തെങ്കിലും ചെയ്യാതെ ഇരിക്കാതെ പുള്ളിക്കാരനെ ക്യാൻസൽ ചെയ്തുകൊണ്ട് എല്ലാവരും വാക്കൗട്ട് ചെയ്യണം. അതിലധിക പേരും വാക്കൗട്ട് ചെയ്ത് പുറത്തോട്ട് പോയി എന്ന് കുറെ രാജ്യങ്ങൾ വാക്കൗട്ട് ചെയ്ത് പുറത്തോട്ട് പോയി. അത് ആ ഒരു ലെഫ്റ്റ് ലിബറൽ വോക്കിസത്തിന്റെ ആ ഒരു പരിപാടിയാണ്. മര്യാദക്ക് നല്ല രീതിയിൽ ഡിബേറ്റ് നടക്കേണ്ടതിന് പകരം വാക്കൗട്ട് ചെയ്യണം, ക്യാൻസൽ ചെയ്യണം പുള്ളിക്കാരനെ. എന്നിട്ട് കള്ളന്റെ കയ്യിൽ താക്കോല് കൊടുക്കുക മാത്രമല്ല, അത് കൊടുക്കരുതെന്ന് പറഞ്ഞ ആളെ ക്യാൻസൽ ചെയ്യുകയും കൂടി ചെയ്യുന്ന പരിപാടികളാണ് അരങ്ങേറിക്കൊണ്ടത്. അപ്പൊ എന്ത് ചെയ്യുന്നു? നമ്മളെ പലസ്തീൻ അതോറിറ്റി പറയുന്നു നെതന്യാഹു കള്ളം പറയുകയാണ്. പലസ്തീൻ അതോറിറ്റി സേസ് Netanyahu's UN speech saturated with lies. അതായത് നെതന്യാഹു യുഎനിൽ സംസാരിച്ചിരുന്ന മൊത്തം കള്ളത്തരമാണ് എന്നാണ് പറയുന്നത്. ആ സീറ്റൊക്കെ കാണിച്ചിട്ടുണ്ട് ആരും പുറത്ത് ഇറങ്ങിപ്പോയതൊക്കെ. അപ്പോ ഈ കള്ളം പറയുന്നു, അതായത് കള്ളൻ വേറൊരാളെ പറയാണ്, അയാൾ കള്ളം പറയാണെന്ന് പറയുന്നത്. അപ്പൊ കള്ളന്റെ അവസ്ഥ എന്താണ്? കള്ളന്റെ അവസ്ഥ നമുക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നെതന്യാഹു പറയുന്നത് ശരിയാണെന്ന്. എന്താണ് നെതന്യാഹു പറഞ്ഞത്? നെതന്യാഹു പലസ്തീനിയൻ അതോറിറ്റി, അതായത് ഈസ്റ്റ് ജെറുസലേം എന്ന് പറയുന്ന പ്രവിശ്യ വരുന്നത് പോക്കിനെ നേരത്തെ കാണിച്ച മാപ്പ് പോലെ തന്നെ വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന പല പല സ്ഥലങ്ങളിലും ഇസ്രായേലും ഫലസ്തീനൊക്കെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ വെസ്റ്റ് ബാങ്കിൽ പലസ്തീൻ അതോറിറ്റിന്റെ കീഴിൽ മാത്രം വരുന്ന പ്രവിശ്യയാണ് ഈസ്റ്റ് ജെറുസലേമും ഒക്കെ. അവിടെ
10% ഉണ്ടായിരുന്ന 11% ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികൾ ഇപ്പോൾ 1.1% ബാക്കിയുള്ളൂ. അപ്പൊ ഇതൊക്കെ വെച്ചിട്ടാണ് നെതന്യാഹു പറയുന്നത് നിങ്ങൾ കള്ളന്റെ കയ്യിലാണ് താക്കോൽ, തീവ്രവാദിന്റെ കയ്യിലാണ് ബോംബ് കൊടുക്കുന്നത്, തീവ്രവാദിന്റെ കയ്യിലാണ് ജെറ്റ് കൊടുക്കണമെന്ന് പറയുമ്പോൾ അയാള് ക്യാൻസൽ ചെയ്യുകയും ചെയ്യുമ്പോൾ അതിന്റെ ഫാക്ട്സ് ചെക്ക് ചെയ്യാതിരിക്കുമ്പോൾ സ്വന്തം മൂട്ടിൽ വെടിവെച്ചുകൊണ്ട് ഈ ഇത്രയ്ക്ക് നൈവായിട്ടുള്ളൊരു ചിലപ്പോൾ ഇവർക്ക് ഖത്തറിനൊക്കെ ഫണ്ടും കിട്ടുന്നുണ്ടാവും. ഇസ്ലാമ ലെഫ്റ്റിന്റെ ഓബി ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ചൈന, റഷ്യ എന്ന് പറയുന്ന ലെഫ്റ്റുകളും, നോർത്ത് കൊറിയ ഈ പറഞ്ഞ പോലെ, ഇറാൻ, മുസ്ലിം ബ്രദർഹുഡ്, ഈ പറഞ്ഞ പോലത്തെ തുർക്കി, ഖത്തർ എന്ന് പറയുന്ന പൈസ കൊണ്ടുള്ള പരിപാടികളും ചിലപ്പോൾ ഇങ്ങനത്തെ ആൾക്കാരെ പൈസക്ക് വാങ്ങിച്ചിട്ടും ഉണ്ടാവും. സ്വന്തം രാജ്യത്ത് കീശ വീർപ്പിക്കാൻ വേണ്ടി മാത്രം നടക്കുന്ന ആൾക്കാർ പൈസ വാങ്ങിച്ചിരിക്കുന്നു, സ്വന്തം രാജ്യത്തിന് കുരുതി കൊടുക്കുന്ന പരിപാടികൾ ചെയ്യുന്ന ആൾക്കാരാണെന്നാണ് നമുക്കിപ്പോൾ ഈ ഇടത്തന്മാരുടെ ഇടത്ത് ഗവൺമെന്റിന്റെ കാര്യത്തിൽ ഇത് മനസ്സിലാവുന്നത്. അപ്പോൾ നെതന്യാഹു അവിടെ പറഞ്ഞത്, അല്ലെങ്കിൽ നെതന്യാഹു കള്ളം പറയാന്ന് പറഞ്ഞത് അവിടെ പൊളിയുകയാണ്. ഇനി ഈ ഒരു ഇസ്രായേൽ പലസ്തീൻ കോൺഫ്ലിക്റ്റിൽ നമ്മൾ ലോകത്തിലോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ യുദ്ധം കാരണം പല സ്ഥലങ്ങളിലും ജൂതന്മാർക്കെതിരെ ഈ ലെഫ്റ്റ് ലിബറൽ വോക്സ്റ്റേഴ്സ് ഇസ്ലാമിനെ കൂട്ടുപിടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റുകൾ ലെഫ്റ്റ് ലിബറൽ വോക്സ്റ്റേഴ്സിന് ഇസ്ലാമോ ലെഫ്റ്റ് എന്നുള്ള ലോബി വർക്ക് ചെയ്തുകൊണ്ട് എല്ലാ ജൂതന്മാരെയും എല്ലായിടത്തും ക്യാൻസൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു രാജ്യത്തിൽ ഇടപെടാത്ത, ഈ പരിപാടികളൊന്നും ഇടപെടാതെ അപ്പോളിറ്റിക്കലായിട്ട് മുന്നോട്ട് നീക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഇവർ ഓരോ സ്ഥലത്ത് നിന്ന് ക്യാൻസൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് UN-ഉം ഈ പറഞ്ഞ പോലത്തെ വോക്കിസത്തിന്റെ അതേ പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിലിപ്പോ ഒരു കാര്യം പറയുന്നത് 2026 നടക്കാൻ പോകുന്ന വേൾഡ് കപ്പിൽ ഇസ്രായേലിനെ ബാൻ ചെയ്യാൻ നോക്കുന്നു എന്നുള്ളതാണ്. നമ്മളിത് യൂറോവിഷൻ എന്ന് പറയുന്ന സോങ് കോൺടെസ്റ്റിൽ കണ്ടതാണ്. ഇപ്പൊ ഇത് പിന്നെ പല സ്ഥലങ്ങളിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. വേൾഡ് കപ്പിൽ 2026 വേൾഡ് കപ്പിൽ ഇസ്രായേലിനെ ബാൻ ചെയ്യാൻ നോക്കുന്നു. അത് US ഇസ്രായേലിന്റെ വലിയൊരു സുഹൃത്തായതുകൊണ്ട് അതിനെ തടയാൻ വേണ്ടി നോക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതേ രീതിയിൽ എല്ലാ സ്ഥലത്തു നിന്നും ജൂതന്മാരെയും ഇസ്രായേലിനെയും അറ്റാക്ക് ചെയ്യുമ്പോൾ ജൂതന്മാർ ആ ഹിസ്റ്റോറിക്കൽ ലെഗസി വെച്ചുകൊണ്ട് തന്നെ ദേ ആർ എ സൊസൈറ്റി ഓഫ് ഇമ്മൻസ് ഫോർട്ടിറ്റ്യൂഡ്. അതായത് അത്രയധികം ചരിത്രത്തിൽ അനുഭവിച്ചുകൊണ്ട് വന്ന ഒരു ജനക്കൂട്ടമാണ്. അപ്പൊ ആ രീതിയിൽ അവർ ഇസ്രായേലിനെ ശക്തമായിട്ട് പിന്തുണയ്ക്കുകയും അവരുടെ ആ ഒരു കൾച്ചർ വെച്ചിട്ട് തന്നെ ജൂതനാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു രീതിയാണ് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഇസ്രായേലിലാണെങ്കിൽ IDF ഈ എല്ലാവരും എതിർത്തുകൊണ്ടും IDF ഈ പറഞ്ഞ പോലെ ഗാസ സിറ്റിന്റെ ഹമാസിനെ തുരത്തി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹമാസ് എന്നുള്ള സാധനം ദേ ആർ ഗോയിങ് ടു വൈപ്പ് ഔട്ട് ഹമാസ് എന്നുള്ള രീതിയിൽ ഹമാസിന്റെ ലാസ്റ്റ് പ്രവിശ്യമായിട്ടുള്ള ലാസ്റ്റ് സ്ട്രോങ് ഹോൾഡ് ആയിട്ടുള്ള ഗാസ സിറ്റിയിൽ ട്രൂപ്സിനെ കയറ്റുന്നു. അവിടുന്ന് ഈ ഏതുപോലെയാണോ IDF-ഉം ഇസ്രായേലും പറഞ്ഞിരുന്നത് ഹമാസിന്റെ സിറ്റിയാണ് അവിടെ ഇപ്പോഴും അവർ തീവ്രത കാണിച്ചുകൊണ്ടിരിക്കുന്നത് പറയുന്നതിന്റെ തെളിവുകളും അവർ കണ്ടെടുക്കുകയാണ്. എന്താണ് വെപ്പൺസ് ഒക്കെ കണ്ടെടുക്കുകയാണ് അവർ. അപ്പം വീണ്ടും അവർ തെളിയിക്കപ്പെടുകയാണ് ഹമാസ് ഇപ്പോഴും അറ്റാക്കിനുള്ള പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് അവിടെ നമ്മളെ കൺമുന്നിൽ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോ ഈ ജൂതന്മാരുടെ കാര്യത്തിൽ ഇസ്രായേലിന്റെ കാര്യത്തിൽ ലോകത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അടുത്തൊരു മാച്ച് നടന്നു 2 ദിവസം മുന്നേ ഒരു സ്പെയിനിൽ, അതായത് നമ്മുടെ ഈ യൂറോപ്യൻ ലീഗിൽ ക്ലബ്സ് തമ്മിൽ മത്സരങ്ങൾ നടക്കുന്നുണ്ടാവും. അതിൽ ഒരു മത്സരം നടക്കുന്നു. ആ മത്സരത്തിൽ ഒരു ജൂതനായിട്ടുള്ള ആള് ഒരു ഇസ്രായേലി ആയിട്ടുള്ള ഒരാള് ടീമിന് വേണ്ടി കളത്തിൽ ഇറങ്ങുന്നു. അപ്പൊ കളത്തിൽ ഇറങ്ങുമ്പോൾ അയാളെ ഈ അവിടുത്തെ ക്രൗഡ് മൊത്തം ഈ പറഞ്ഞ ലെഫ്റ്റ് ലിബറൽ വോക്സ്റ്റേഴ്സ് ആയിരുന്നു, അല്ല അധിക പേരും ലെഫ്റ്റ് ലിബറൽ വോക്സ്റ്റേഴ്സ് ആയിരുന്നു. കൂക്കി വിളിക്കുന്നു, അവിടുന്ന് ഇറങ്ങി പോടാന്നൊക്കെ പറയുന്നു. അയാൾ അതൊന്നും മൈൻഡ് ചെയ്യാണ്ട് അവിടേക്ക് ഇറങ്ങുന്നു. ടീമിന് വേണ്ടി ആ അവസാനത്തെ കുറച്ച് സമയത്തിനുള്ളിൽ ഗോൾ അടിക്കുന്നു, ടീമിനെ വിജയത്തിലോട്ട് കയറ്റണു. അപ്പൊ ക്രൗഡൊക്കെ അവരുടെ ടീം തോറ്റപ്പോൾ ക്രൗഡിന് സമാധാനമായി. അപ്പൊ ഈ രീതിയിലുള്ള ഒരു കർമ്മ എന്ന് പറയുന്ന ടിപ്പിക്കൽ കർമ്മയാണ് അവിടെ നടന്നത്. അപ്പൊ ഇങ്ങനത്തെ രീതിയിലുള്ള ഒരു ഇസ്രായേലരുടെ ജൂതന്മാരുടെ ആ ഒരു ഫോർട്ടിറ്റ്യൂഡാണ് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ സമയങ്ങളിലും. ഇപ്പൊ ഈ പ്രത്യേക സമയത്തിൽ അവർ അതന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ലോകത്തിലോട്ട് വീണ്ടും വരികയാണെങ്കിൽ തന്നെ ഈ ക്യാൻസൽ കൾച്ചർ, ലെഫ്റ്റ് ലിബറൽ വോക്സ്റ്റേഴ്സിന്റെ ക്യാൻസൽ കൾച്ചർ വീണ്ടും ഹോളിവുഡിൽ നടക്കുന്നുണ്ട് എന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജെറാർഡ് ബട്ട്ലറിനെതിരെയും ജെറാർഡ് ബട്ട്ലർ ഇതിൽ ഒരു രീതിയിൽ സംസാരിക്കാതെ ഇടപെടാത്ത ആളാണ്. അയാളെ പിടിച്ച് ക്യാൻസൽ ചെയ്യുന്നു. ഈ പറഞ്ഞ പോലെ വോക്ക് ഹൾക്കായിട്ടുള്ള നമ്മുടെ അയാളെ പേരെന്തായിരുന്നു, പുള്ളിക്കാരന്റെ പേര് മറന്നുപോയി. ഓക്കെ, അപ്പൊ വോക്ക് ഹൾക്കായിട്ട് അഭിനയിച്ച നടനാണ് നമ്മുടെ ഈ മാർക്ക് റഫല്ലോ. പുള്ളിക്കാരൻ എന്റെ പേര് മറന്നുപോയി. അപ്പൊ ഇയാള്
വലിയ വോക്ക് സ്റ്റാറാണ് പിന്നെ ഭയങ്കര കരച്ചിലും വീഴ്ചയിലൊക്കെ ടിക്ടോക്കിൽ ഇതിലൊക്കെ കയറി വന്നിട്ട്. അപ്പൊ ഇയാള് ഇതിനെ അപ്പൊ ഇങ്ങനത്തെ കുറെ ആൾക്കാർ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു, ഭയങ്കര കരച്ചിലും വീഴ്ചയിലൊക്കെ ചെയ്യുന്നു. മറുഭാഗത്ത് ഇങ്ങനത്തെ ആൾക്കാർ നമ്മുടെ ഇതിന് അപ്പോളിറ്റിക്കലായി നിന്നിട്ട് അവരുടെ വർക്കായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ട ആൾക്കാരൊക്കെ പിന്നെ ബാൻ ചെയ്യുന്നു, ക്യാൻസൽ ചെയ്യുന്നു. ഇപ്പൊ ഇസ്രായേലിന് വേണ്ടി സംസാരിച്ചിരുന്ന ഗാൽ ഗാഡറ്റ് പോലെ വണ്ടർ വുമണായിട്ട് അഭിനയിച്ചിരുന്ന ആൾക്കാരൊക്കെ ക്യാൻസൽ ചെയ്യുന്നു. അപ്പൊ ഇതിനെതിരെ സംസാരിച്ചുകൊണ്ട് 1200 ഹോളിവുഡ് സ്റ്റാർസ് വരികയാണ്. അതായത് ജൂതന്മാരും അല്ലാത്തവരുമായിട്ടുള്ള ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആൾക്കാർ വന്നിട്ട് പറയാണ്, 1200 പേര് പറയാണ് ഇത് ഡിസ്ക്രിമിനേഷൻ ആണ്. ഏതുപോലെയാണോ ആ ഒരു ഹോളോകോസ്റ്റ് പരിപാടികളുടെ മുന്നോടിയായിട്ട് നടന്നിരുന്ന കുറെ കാര്യങ്ങളിൽ ആ ഒരു പരിപാടി ഇപ്പോഴും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ആ ഒരു മുന്നോടിയുള്ള പരിപാടികൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞതാണ്. ബ്ലാറ്റന്റ് ഡിസ്ക്രിമിനേഷൻ, 1200 ഹോളിവുഡ് സ്റ്റാർസ് സ്ലാം ഇൻഡസ്ട്രി കോൾ ടു ബോയ്ക്കോട്ട് ഇസ്രായേൽ. അപ്പൊ ആ ഒരു പരിപാടിയാണ്, ആ ഒരു ലെഫ്റ്റ് ലിബറൽ വോക്സ്റ്റേഴ്സിന്റെ ആ ഒരു പരിപാടി. അപ്പോൾ ഇനി ഇതിനൊക്കെ നേതാവായിട്ട് നമ്മുടെ UN ഉണ്ട്. എന്താണ് പറയുന്നത്? അതായത് മോർ ദാൻ 150 കമ്പനീസ് ഹാവ് ടൈസ് ടു ഇസ്രായേൽ സെറ്റിൽമെന്റ്സ്, UN ഡാറ്റാബേസ് ഫൈൻസ്. അപ്പോൾ ഈ 150 കമ്പനികളിൽ 68 കമ്പനികളെയും UN ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യണം. അതായത് ടെററിസ്റ്റ് ഓർഗനൈസേഷൻ എന്ന രീതിയിൽ ഒരു ഇൻഡസ്ട്രി ആണെന്ന്, ഒരു ഇൻഡസ്ട്രി. അതായത് കാറും ബൈക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന കുറെ ഇൻഡസ്ട്രീസ്, അല്ലെങ്കിൽ ഓരോ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസ്, ഈ ഇൻഡസ്ട്രീസിനൊക്കെ ഇസ്രായേലായിട്ട് ബന്ധമുണ്ട്, ഒരു രാജ്യത്തിന്റെ ഗവൺമെന്റായിട്ട് ബന്ധമുണ്ട് എന്നുള്ള ഒരൊറ്റ കാരണത്താൽ, അല്ലെങ്കിൽ അവരുടെ ആ രാജ്യത്തിന്റെ ഡിഫൻസ് പരിപാടികളൊക്കെ ആയിട്ട് അവരായിട്ട് ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ള ഒറ്റ കാരണത്താൽ ഇവരൊക്കെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ തീവ്രവാദി എന്ന് പറഞ്ഞ് തീവ്രവാദി സംഘടനകളായിട്ട് ബന്ധമുള്ള ആൾക്കാർ എന്ന് പറഞ്ഞിട്ട് മുദ്ര കുത്തുമ്പോൾ UN ആണ് ഈ ലെഫ്റ്റ് ലിബറൽ വോക്കിസ് എന്ന് പറയുന്ന വേൾഡ് തന്നെ ട്രെൻഡിന് ചുക്കാൻ പിടിക്കുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഇപ്പൊ ഈ ന്യൂസ് നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ ഈ ന്യൂസ് സൂചിപ്പിക്കുന്നത്. ഇതുകൊണ്ടാണ് നമ്മൾ പറയണത് UN ഡീകൺസ്ട്രക്ട് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്, റീകൺസ്ട്രക്ട് ചെയ്യേണ്ട സമയമായിട്ടുണ്ട് നമ്മൾ പറയുന്നത്. ഇനി സൗത്ത് ഏഷ്യയിലോട്ട്, ഇന്ത്യയിലോട്ട് വരുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു പ്രത്യേക പരിപാടി. അതായത് ഇന്ത്യ ചൈന പ്രൈമറി ഫണ്ടേഴ്സ് ഓഫ് റഷ്യൻ വാർ, ട്രംപ് അറ്റ് UNGA, അതായത് യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി. ട്രംപ് അണ്ണന് ഇന്ത്യയും ചൈനയും റഷ്യനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഈ വാർ നിർത്താതിരിക്കാൻ അവരാണ് കാരണം എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ട്രംപ് അണ്ണൻ പറയാണ്, ട്രംപ് ഹെയിൽസ് ആസിം മുനീർ ആസ് വെരി ഗ്രേറ്റ് ഗൈ. ഇതേ ആസിഫ് മുനീർ ആണ് ഇന്ത്യക്കെതിരെ അങ്ങേയറ്റം വെറുപ്പിന്റെ പിന്നെ പ്രസംഗം നടത്തിയത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത്. ഇയാളെയാണ് ട്രംപ് ആണ് വെരി ഗ്രേറ്റ് ഗൈ എന്ന് പറയുന്നത്. എന്നിട്ട് ട്രംപ് അണ്ണൻ എന്താ ചെയ്യുന്നത്? എന്നിട്ട് ട്രംപ് അണ്ണനും ട്രംപ് അണ്ണന്റെ കൂട്ടാളികളും കൂടി പറയുകയാണ്, ചൈനേനെ ഞങ്ങളൊന്നും ചെയ്യത്തില്ല, പക്ഷെ ഇന്ത്യക്കെതിരെ ഞങ്ങൾ താരിഫ് ഏർപ്പെടുത്തും. ഇപ്പോൾ 50% ഇന്ത്യക്കെതിരെ നേരത്തെ താരിഫ് ഏർപ്പെടുത്തി. ഇപ്പോൾ ഇന്ന് വന്ന ന്യൂസ്, അല്ലെങ്കിൽ ഇന്നലെ വന്ന ന്യൂസ്, 100% താരിഫ് ഏർപ്പെടുത്താൻ പോവുകയാണ് ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസിൽ. ഇന്ത്യയിൽ നിന്ന് 40% ഇന്ത്യക്ക് ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസിന്റെ എക്സ്പോർട്ട് ചെയ്യുന്നത് ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസിൽ നിന്നാണ് US-ലോട്ട്. അതായത് ഇന്ത്യന്റെ വലിയൊരു വരുമാന മാർഗ്ഗമാണ് US-ലോട്ടുള്ള ഈ ഫാർമസ്യൂട്ടിക്കൽ ഇമ്പോർട്ട് എക്സ്പോർട്ട് എന്ന് പറയുന്നത്. അതിനെയാണ് ട്രംപ് ബാൻ ചെയ്യാൻ പോകുന്നത്. അല്ലെങ്കിൽ ട്രംപ് പറയാണ്, നിങ്ങൾ എല്ലാ കമ്പനികളും US കൊണ്ടുപോയി നടത്തണം, US-ലുള്ള ഈ മാനുഫാക്ചറിങ് കമ്പനീസ് ഒക്കെ US-ൽ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ മരുന്ന് വെക്കാൻ സമ്മതിക്കത്തുള്ളൂ, അല്ലെങ്കിൽ അതിന് 100% താരിഫ് ഞാൻ ഏർപ്പെടുത്തും എന്ന് പറയുമ്പോൾ ഇന്ത്യനെ അവിടെ പുള്ളിക്കാരൻ ഒരു എന്താ പറയുക, പുള്ളിക്കാരൻ്റെ ഫ്രസ്ട്രേഷൻ ആണ്. അത് റഷ്യ വാറും ഉക്രൈൻ വാറും ഇയാൾക്ക് നിർത്താൻ പറ്റാത്തത് കൊണ്ടും നോബൽ പീസ് പ്രൈസ് കിട്ടില്ലല്ലോ എന്നുള്ള പേടി കാരണം ഇയാള് കുറെ ഭ്രാന്ത് കാട്ടിക്കൂട്ടാണ്. അപ്പൊ അതില് പുള്ളിക്കാരന് ഇപ്പൊ ഏറ്റവും വലിയ സുഖമുള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരാളെ ബ്ലെയിം ഗെയിം ഏർപ്പെടുക. ഇയാളാണ് തെറ്റുകാരൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളെ പിന്നെ കണ്ടുപിടിക്കണം തെറ്റുകളൊക്കെ ബ്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ഇപ്പൊ ഇന്ത്യന്റെ റോൾ അവിടെ. എന്നിട്ട് ചൈനേനെ ഹിറ്റ് ചെയ്യൂല. ചൈനയാണ് ഇപ്പൊ പറയുമ്പോൾ US-ന്റെ ഉള്ളിൽ കയറിയിട്ട് പിന്നെ ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസ്റ്റ് ഒക്കെ ചെയ്യാൻ നോക്കുന്നതും, ചൈന ഈ ഇസ്ലാമിക് സ്റ്റേറ്റ് അങ്ങനത്തെ ടെററിസ്റ്റ് ഓർഗനൈസേഷനായിട്ട് പിന്നെ അൺഹോളി അലയൻസിൽ ഏർപ്പെട്ടുകൊണ്ട് വെസ്റ്റ് ഡിസ്മാൻഡിൽ ചെയ്യാൻ ചെയ്യുന്നതൊക്കെ അതൊന്നും പ്രശ്നമല്ല. എന്നിട്ട് ഇതിനൊന്നും ഏർപ്പെടാതെ ഇന്ത്യനെയാണ് ഇവരൊക്കെ ഒപ്പം നിന്നിട്ട് ഇസ്ലാമിക എക്സ്ട്രീമിസത്തിനും ലെഫ്റ്റ് എക്സ്ട്രീമിസത്തിനൊക്കെ എതിർക്കുന്ന ഇന്ത്യനെയാണ് ഇപ്പൊ എന്ത് ചെയ്യുന്നത്, ബ്ലെയിം ചെയ്യുന്നത്. എന്താ പറയാ,
ഇന്ത്യനെ ഇന്ത്യനെ ബ്ലെയിം ചെയ്യണം എല്ലാ കാര്യങ്ങൾക്കും. അപ്പോൾ ഒരു 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 ടാർഗറ്റ് വേണം, ബ്ലെയിം ടാർഗറ്റ് വേണം അവർക്ക്. ടാർഗറ്റ് സ്ലഡ് ഷേമിംഗ് എന്നൊക്കെ പറയുന്ന പോലെ വിക്ടം ബ്ലെയിം ചെയ്യാം. അതായത് വിക്ടം ബ്ലെയിമിംഗ് ആണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യനെ. ഒരു വില്ലനെ കിട്ടണം, ആ വില്ലനെ ഇന്ത്യനെ ആക്കിക്കൊണ്ടിരിക്കും. ഇതിലൊരു ബന്ധമില്ലാത്ത നല്ല രീതിയിൽ നിൽക്കുന്ന ഇന്ത്യനെയാണ് ഇവർ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഇപ്പോൾ Bezen says US won't hit China with tariffs over Russian oil unless Europe goes first. ഈ ഒരു കാര്യത്തിൽ മാത്രം യൂറോപ്പ് ചൈനേനെ പിന്നെ സാങ്ഷൻസ് ഞാൻ ഏർപ്പെടുത്തുള്ളൂ എന്ന് പറയുന്നു. എന്നിട്ട് ഇന്ത്യനെ പറ്റി കുറ്റം പറഞ്ഞു, ഇന്ത്യക്കെതിരെ സാങ്ഷൻസ് ഏർപ്പെടുത്തുന്നു. അപ്പൊ ഇന്ത്യ ഇവരെയൊക്കെ പിന്തുണച്ചത് കൊണ്ടുള്ള പ്രശ്നങ്ങളാണെന്നാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവർക്കൊരു ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ പോക്കിരിയൊക്കെ തുടക്കത്തിൽ നമ്മൾ ട്രംപ് അണ്ണന്റെ കുറെ വിക്രസുകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ കമന്റ് ബോക്സിൽ വന്നിട്ട് മുസ്തഫ കമാൽ എന്ന് പറയുന്ന ഒരാളും പിന്നെ വേറെ ആളായിരുന്നു ആംസ്ട്രോങ് എന്ന് പറയുന്ന ആളും ട്രംപിനെ കുറ്റം പറയുമ്പോൾ ട്രംപ് അങ്ങനെ ഒന്നുമില്ല, ട്രംപ് നല്ലവനെന്ന് പറഞ്ഞിട്ട് കമന്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞിരുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ എപ്പോഴും ഇവിടെ ഉണ്ടോ എന്ന് ഒന്ന് നോക്കുകയാണ്. എന്നിട്ട് ഈ ഒരു അടിസ്ഥാനത്തിൽ അപ്പോൾ ഇതിനൊരു കാരണം എന്താണെന്നുള്ളൊരു ചകിഞ്ഞ് പോകുമ്പോൾ ഞാൻ കണ്ട ആർട്ടിക്കിളാണ്. അതായത് ദി സൈലൻസ് ഓഫ് ഇന്ത്യൻ അമേരിക്കൻസ്, ബി ഇന്ത്യൻ വെൻ ഗോയിങ് ഇസ് ഗുഡ്, അമേരിക്കൻ വെൻ തിങ്സ് ആർ ഇൻ സ്മൂത്ത്. അതായത് ഇന്ത്യൻ അമേരിക്കൻസ് നമ്മൾ ട്രംപ് ഭരണത്തിലേറുന്ന സമയത്ത് ട്രംപിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തതും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥി കമല ഹാരിസ് ആയിട്ടും കൂടി, അതായത് ഒരു ഇന്ത്യൻ വംശജ ആയിട്ടും കൂടി ട്രംപിനെ പിന്തുണയ്ക്കുകയും ട്രംപിന് വേണ്ടിയിട്ട് ഹൗഡി മോദി, ഹൗഡി ട്രംപ് എന്നൊക്കെ പറയുന്ന പരിപാടികൾ ഏർപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഇന്ത്യൻ അമേരിക്കൻസ് ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇന്ത്യൻ ആയിക്കൊണ്ട് ട്രംപിന്റെ അടുത്ത് പറയുന്നു, എല്ലായിടത്തും പോയി പറയുന്നു, എല്ലായിടത്തും കയറി ഏർപ്പെടുന്ന ഇതേ ഇന്ത്യൻസ് ഇപ്പൊ ട്രംപ് ഇങ്ങനെയൊക്കെ ഇന്ത്യക്കാരോട് ചെയ്യുമ്പോൾ ഒരു കാരണമില്ലാണ്ട് വിക്ടം ബ്ലെയിമിങ് ചെയ്യുമ്പോൾ, സ്ലഡ് ഷേമിങ് ചെയ്യുമ്പോൾ, വിക്ടം ബ്ലെയിമിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഇന്ത്യൻസ് ഒക്കെ ഇപ്പൊ സൈലന്റാ. അവർ ഈ പരിപാടികളൊന്നും സംസാരിക്കുന്നില്ല, ഒന്നും പറയുന്നില്ല, അല്ലെങ്കിൽ ഇതിനെതിരെ ഒന്നും പറയുന്നില്ല, അല്ലെങ്കിൽ ഇത് തെറ്റായ പ്രവണത ഒന്നും പറയുന്നില്ല. നമ്മൾ ഈ അടുത്ത് തന്നെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്, അമേരിക്കയിൽ നിന്ന് തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതായത് ബ്രാഹ്മിൻസ് ആണ് എല്ലാം കാരണമെന്ന്, അല്ലെങ്കിൽ ഇന്ത്യയിൽ അപ്പർ കാസ്റ്റ് ആണ് എല്ലാത്തിനും കാരണമെന്ന് അമേരിക്കയിൽ നിന്നിട്ട് ഒരു റിപ്പബ്ലിക്കൻ പറയുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ രീതിയിലുള്ള ഇന്റേണൽ അഫയേഴ്സിൽ കയറി ഇടപെടുന്നു. ഇന്ത്യ പാകിസ്ഥാൻ പരിപാടികൾ നിർത്തിയത് ഞങ്ങളാണ് ഇതിൽ കയറി ഇടപെട്ടെന്നൊക്കെ പറയുന്നു. ഈ രീതിയിലുള്ള ബോഗസ് ആയിട്ടുള്ള ഓരോ ക്ലെയിംസ് വിളിച്ചിട്ട് ഇന്ത്യയുടെ ഉള്ളിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ, അതായത് പീസ് പ്രൈസ് കിട്ടാൻ വേണ്ടി എന്ത് ചട്ടത്തിനും ചെയ്യാന്നുള്ള രീതിയിലോട്ട് പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പൊ നമ്മൾ അമേരിക്കയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ റിപ്പബ്ലിക്കൻസിന്റെ ഈ റൈറ്റ് വിങ് എന്ന് പറയുന്ന ഈ ഒരു ഗ്രൂപ്പിൽ നിന്ന് തന്നെ നമുക്ക് ഇന്ത്യക്കാരോട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സമയത്ത് ഈ ആർട്ടിക്കിളിൽ പറയുന്നത് നമ്മൾ ജൂതന്മാരെ പോലെ ആവണമെന്ന് പറയുന്നത്. കാരണം ജൂതന്മാരെ നമ്മൾ ഇപ്പൊ എടുത്തു നോക്കുകയാണെങ്കിൽ ലോകം കണ്ടതിൽ വെച്ചാൽ ഇപ്പൊ ഹോളോകോസ്റ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജൂതന്മാർ ഇപ്പോൾ എല്ലായിടത്തും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ. ആ സമയത്ത് ജൂതന്മാർ ഇസ്രായേലിനെതിരെ പറയുന്ന ആൾക്കാരുണ്ട്, ഇല്ല എന്നല്ല, പക്ഷെ ഈ ഇസ്രായേലിന്റെ ഉള്ളിൽ തന്നെ നേതന്യാഹുവിനെതിരെ സമരം നടത്തുന്നവർ വരെ ഇസ്രായേൽ എന്ന് പറഞ്ഞ് ഇസ്രായേലിനെ പിന്തുണച്ചുകൊണ്ടും ഇസ്രായേലിന് വേണ്ടി സംസാരിക്കുന്ന ജൂതന്മാരെയാണ് നമ്മൾ അധികവും എല്ലായിടത്തും കാണുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് ഗാൽഗാഡട്ട് അങ്ങനത്തെ നടന്മാരെ കേസ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ജൂത നടന്മാരെ ക്യാൻസൽ ചെയ്തിട്ടും അവർ ആ സംസാരം നിർത്തുന്നില്ല എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരുടെ അടുത്ത് നിന്ന് കണ്ടുപഠിക്കണം ഇന്ത്യക്കാർ, അല്ലെങ്കിൽ ഇന്ത്യൻ അമേരിക്കൻസ് കണ്ടുപഠിക്കണം എന്നാണ് ഈ ഒരു ആർട്ടിക്കിളിൽ പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് രസകരമായിട്ടുള്ള ന്യൂസുകൾ. പിന്നെ ട്രംപ് താരിഫ് ഏർപ്പെടുത്തിയ കാര്യം ഞാൻ പറഞ്ഞു. ഇനി ഇന്ത്യയിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ജമ്മു കാശ്മീരിൽ ലഡാക്കിൽ ഒരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് കുറച്ച് കാലമായിട്ട് അവിടെ ഒരു സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് ലഡാക്കിൽ. അതായത് അവർക്ക് യൂണിയൻ ടെറിട്ടറി ആണ്, ഞങ്ങൾക്കൊരു സ്റ്റേറ്റ് ആവണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ രീതിയിൽ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയിൽ വയലൻസ് ഉണ്ടാവും. കുറച്ച് ദിവസം മുന്നേ വയലൻസ് ഉണ്ടാവുന്നു. ആ വയലൻസിൽ 4 പേര് കൊല്ലപ്പെടുന്നു. അപ്പൊ അതിന് കാരണം ഈ സ്റ്റേറ്റ്ഹുഡിന് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അതിൽ നേതാവായി നിന്നിരിക്കുന്ന ആള് സോനം വാങ്ചുക് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. പുള്ളിക്കാരനെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, നമ്മുടെ 3 Idiots എന്ന് പറഞ്ഞ സിനിമയിൽ ആമിർ ഖാന്റെ ആ റോള് ഈ ഒരു സോനം വാങ്ചുക്കിന്റെ ഇൻഫ്ലുവൻസിലായിരുന്നു വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ അതായിരുന്നു ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞത്, അതായിരുന്നു മോട്ടിവേഷൻ. സോനം വാങ്ചുക്ക് ആയിരുന്നു മോട്ടിവേഷൻ, ലൂസ്ലി ബേസ്ഡ് ഓൺ സോനം വാങ്ചുക്സ് ക്യാരക്ടർ എന്നാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ആണ് സോനം വാങ്ചുക്. അപ്പോൾ പുള്ളിക്കാരനായിരുന്നു സ്റ്റേറ്റ്ഹുഡിന് വേണ്ടി ഈ സമരം നടത്തിയെന്ന മുൻപന്തിയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് വയലന്റ് ആയപ്പോൾ പുള്ളിക്കാരനെ റിമാൻഡ് ചെയ്യുന്നു, ഡീറ്റെയിൻ ചെയ്യുന്നു. അപ്പോൾ
പുള്ളിക്കാരന്റെ വൈഫ് പറയുന്നത് വയലന്റ് ആവാൻ കാരണം ഞങ്ങളല്ല എന്നാണ്, സംശയാസ്പദമായിട്ട് സെൻറ്റർ ആയിട്ട് ഉള്ള ആ ഒരു അപ്പോൾ ഇതിന്റെ മുന്നിൽ പുള്ളിക്കാരനായതുകൊണ്ട് പുള്ളിക്കാരനെ റിമാൻഡ് ചെയ്യാണ്. വൈഫ് പറയുന്നത് പുള്ളിക്കാരൻ അതിന്റെ ഭാഗം അല്ല എന്നുള്ളതാണ്. ഇനി വരുന്ന സമയങ്ങളിൽ നമുക്ക് മനസ്സിലാവും എന്താണ് സത്യാവസ്ഥ എന്നുള്ളത്. അപ്പോൾ ഇതാണ് ഇന്ത്യയിലെ അവസ്ഥ. ഇനി ഒരു ഇന്ത്യൻ സിവിക് സെൻസിനെ പറ്റി നമ്മൾ പറയുമ്പോൾ, ഇന്ത്യന്റെ സിവിക് സെൻസ് ആണല്ലോ പുറത്തുള്ള വേറൊരു പ്രശ്നം. അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. അതായത് അലഹബാദ് ഹൈക്കോർട്ട് റാപ്സ് രജിസ്ട്രി സ്റ്റാഫ് ഫോർ യൂസിങ് സലൈവ ഓൺ കോർട്ട് പേപ്പേഴ്സ്. നമ്മൾ വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം, എനിക്ക് വളരെ അരോചകമായിട്ടും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളൊക്കെ ഈ പേജ് ബുക്കിന്റെ പുസ്തകങ്ങൾ മറയ്ക്കാൻ വേണ്ടിയിട്ട് നാവിൽ തൊട്ടിട്ടാണ് നമ്മൾ പുസ്തകത്തിന്റെ പേജ് മറയ്ക്കുക. അതേമാതിരി പോസ്റ്റ് ബോക്സിൽ മറ്റേ ഈ എൻവലപ്പ് ഒട്ടിക്കാൻ വേണ്ടി പശ അല്ലെങ്കിൽ ഈ നാവ് കൊണ്ട് തുപ്പൽ കൊണ്ട് ഉപയോഗിച്ചിട്ട് പശ തേക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട്. ഇത് US-ലും ഉണ്ട് കേട്ടോ, നമ്മൾ കണ്ടിട്ടുണ്ട് പല ഷോകളിലും. അപ്പോൾ ഇതൊക്കെ ഒരു വളരെ മോശമായിട്ടുള്ള സിവിക് സെൻസ് ആണ്. ഇറ്റ്സ് വെരി ബാഡ് സിവിക് സെൻസ്. അപ്പോൾ ഇതിനെതിരെ ഒരു ഹൈക്കോർട്ട് വരെ വന്നിട്ട് പറയേണ്ട ഒരു അവസ്ഥ വന്നു എന്നുള്ളതാണ്. ഇനി നമ്മളൊക്കെ അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതൊക്കെ വളരെ മോശം കാര്യമാണ്. നമ്മളെ ഹെൽത്തിന് തന്നെ ബാധിക്കുന്ന കാര്യങ്ങളാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഹൈജീൻ മാത്രമല്ല, നമ്മളെ ഹെൽത്തിനെ വരെ ബാധിക്കും. അതായത് ഇങ്ങനെ പേജ് നമ്മൾ മറിക്കുമ്പോൾ അത് വേറൊരാൾ തൊടുമ്പോൾ നമ്മളെ അണുക്കൾ അയാളെ കായിലോട്ട് വരുന്നു, അയാൾ വീണ്ടും ഇതേ പരിപാടി ചെയ്യുമ്പോൾ അയാളിലോട്ട് അണുക്കൾ പോകുന്നു, അയാളെ അണുക്കൾ നമ്മളിലോട്ട് വരുന്നു. ഇതും കൂടാതെ ഓരോ പുസ്തകത്തിന്റെ പേജ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കെമിക്കൽസും അങ്ങനത്തെ കാര്യങ്ങളും പല മാനുഫാക്ചറിങ് പരിപാടികൾ ചെയ്തിട്ടാണ് ഒരു മരത്തിനെ ഒരു പുസ്തകത്തിന്റെ പേപ്പറാക്കി മാറ്റുന്നത്. അപ്പൊ ആ രീതിയിലുള്ള വളരെ ടോക്സിക് ആയിട്ടുള്ള കെമിക്കൽസ് അതിൽ പെടുന്നുണ്ട്. ഇതൊന്നും ഇൻജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കെമിക്കൽസ് ആണ്. അപ്പൊ ഇങ്ങനത്തെ രീതിയിലുള്ള സിവിക് സെൻസും പരിപാടികളൊക്കെ നമ്മളെ തന്നെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഇനി കേരളത്തിലോട്ട് വരുമ്പോൾ ഞാൻ കണ്ട ഒരു ന്യൂസ് ഇതാണ് കഴിഞ്ഞ ഇപ്പൊ അടുത്ത് വന്നിട്ടുള്ളത്. അതായത് ഇറ്റ്സ് എ ട്വിസ്റ്റഡ് വേ ടു ഇംപ്ലിമെന്റ് NRC. കേരള അസംബ്ലി യുനാനിമസ്ലി പ്രസന്റ് റെസൊല്യൂഷൻ അഗൈൻസ്റ്റ് SIR. അതായത് CAA NRC എന്ന് പറയുന്ന പരിപാടികളെ പറ്റി എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ CAA ഇന്ത്യയിലോട്ട് ഓൾറെഡി ഇന്ത്യൻ ഗവൺമെന്റ് കൊണ്ടുവന്നു, അടിപൊളിയായിട്ട് കൊണ്ടുവന്നു. അതിനുശേഷം NRC കൂടി കൊണ്ടുവരാൻ ആസാമിൽ കൊണ്ടുവന്ന പോലെ തന്നെ കൊണ്ടുവരാനുള്ള പരിപാടി, ഇന്ത്യ ഒട്ടാകെ കൊണ്ടുവരാനുള്ള പരിപാടി ഉണ്ടായിരുന്നു. പിന്നീട് സമരങ്ങളൊക്കെ കാരണം 2024 അത് ഇപ്പൊ കൊണ്ടുവരുന്നില്ല എന്നാക്കി. അതിപ്പോ വീണ്ടും കൊണ്ടുവരാനുള്ള പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കേരളത്തിലും കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ പറയുന്നു. അതിന് ഇവിടുത്തെ കേരളത്തിലുള്ള ഇടതും വലതും കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും സമ്മതിക്കൂല എന്നൊക്കെ പറയുന്നു. ഞാൻ പറയുന്നത് ഇന്ത്യയിൽ ഒട്ടാകെ ഇത് കൊണ്ടുവരണം എന്ന് തന്നെയാണ് പറയുന്നത്. ബോർഡേഴ്സിൽ മാത്രം കൊണ്ടുവന്നാൽ പോരാ. കാരണം നമ്മൾ ഈ ഒരു ഇൻഫിൽട്രേഷൻ എന്ന് പറയുന്ന ഒരു പരിപാടി, അത് ആ രീതിയിൽ ടെററിസ്റ്റുകളും ബംഗ്ലാദേശിൽ നിന്ന് വെസ്റ്റ് ബംഗാളിലോട്ട് കുറെ പേര് ഇൻഫിൽട്രേറ്റ് വന്നിട്ടുണ്ട്. അതിൽ പലരും ഈ പറഞ്ഞ പോലെ ബംഗ്ലാദേശി ആ ഒരു ജമാഅത്ത് ഇസ്ലാമി വഹാബി ആശയങ്ങൾ കൊണ്ടുവരുന്ന വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ ആ രീതിയിൽ സ്വന്തം രാജ്യത്തിലെ സിറ്റിസൻസിനെ തന്നെ നമ്മൾ അവരുടെ സേഫ്റ്റിയാണ് നമ്മൾ മുന്നോട്ട് വെക്കേണ്ടത്. അവരാണ് നമുക്ക് പ്രയോറിറ്റി. അവിടുത്തെ ഗവൺമെന്റ് സ്വന്തം രാജ്യത്തായിരിക്കും പ്രയോറിറ്റി, അല്ലാതെ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്കല്ല നമ്മൾ പ്രയോറിറ്റി കൊടുക്കണം. അത് സ്വന്തം രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ആ രീതിയിലുള്ള ഇസ്ലാമിക് കൺട്രീസിൽ നിന്ന് വരുന്ന, അല്ലെങ്കിൽ പാകിസ്ഥാൻ ബംഗ്ലാദേശ് പോലുള്ള ഇസ്ലാമിക് കൺട്രീസിൽ നിന്ന് വരുന്ന ഇൻഫിൽട്രേഷൻസ് അത് നമ്മൾ തടയുക തന്നെ ചെയ്യണം. അതിന് NRC കൊണ്ടുവരണം എന്ന് തന്നെയാണ് ഞാൻ പറയാം. അപ്പൊ ചോദിക്കുന്നത്, അപ്പൊ നമ്മുടെ കേരളത്തിലെ ചില കാർക്കിസ്റ്റുകാർ വലിയ ബുദ്ധിമാന്മാരായിട്ട് പറയുന്നത് കേരളത്തിലോട്ടൊന്നും അങ്ങനെ വരില്ല എന്നാണ് പറയുന്നത്. വരും എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അതിനുള്ള ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ്, ഞാനൊരു കഥ പറയാം. ഒരു ചെറിയൊരു കഥയാണ്. ഇതോടുകൂടി നമ്മൾ ഇതിലോട്ട് നിർത്താം. അതായത് നമ്മളെ ഇന്ത്യയിൽ പാർട്ടീഷൻ നടന്നു 1947. അപ്പൊ ഇന്ത്യയിൽ പാർട്ടീഷൻ നടക്കുന്ന സമയത്ത് കുറെ ബ്ലഡ് ഷെഡ് ഉണ്ടായി, കുറെ പേര് മരണപ്പെട്ടു എന്നുള്ളതൊക്കെ ശരിയാണ്. അപ്പൊ ഈ പാർട്ടീഷന്റെ സമയത്ത്, ഇന്ത്യ പാകിസ്ഥാൻ പാർട്ടീഷന്റെ സമയത്ത് മുഹമ്മദ് അലി ജിന്നക്കൊപ്പം നമ്മളൊക്കെ മറന്നു പോകുന്നൊരു പേരുണ്ട്. അതായത് മുഹമ്മദ് അലി ജിന്ന പാകിസ്ഥാന് വേണ്ടി പാകിസ്ഥാൻ വേണമെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയിട്ട് ടു സ്റ്റേറ്റ് തിയറി കൊണ്ടുവരുന്നു, പാകിസ്ഥാൻ ആക്കിയതിനു ശേഷം അവിടുത്തെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആവുന്നു. അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിനുശേഷം ഇതിൽ ഏർപ്പെട്ടിരുന്ന, അല്ലെങ്കിൽ ഈ പാർട്ടീഷൻ തിയറിയിൽ ഏർപ്പെട്ടിരുന്ന രണ്ടാമത്തെ ഗ്രേറ്റ് ഫോഴ്സ്, ദ സെക്കൻഡ് ഗ്രേറ്റ് ഫോഴ്സ് ബിഹൈൻഡ് പാർട്ടീഷൻ വാസ് രാജ ഓഫ് മഹ്മൂദാബാദ്. അതായത് നമ്മുടെ ഈ UP ജീവിച്ചിരുന്ന, UP ആണെന്ന് തോന്നുന്നു, ശരിക്കും അറിയില്ല, എന്തായാലും നോർത്ത് ഇന്ത്യയിലെ ആ ഒരു ഹിന്ദി ആൽബറ്റിലുള്ള ഒരാളാണ്.
ഈ ഒരു സ്റ്റേറ്റ് പാകിസ്ഥാൻ ഉണ്ടാക്കാൻ വേണ്ടി ജിന്നക്കൊപ്പം തന്നെ പ്രവർത്തിച്ച ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചിരുന്ന ജിന്നക്ക് ശേഷം ഏറ്റവും കൂടുതൽ പാകിസ്ഥാൻ ഉണ്ടാക്കാൻ വേണ്ടി കാരണക്കാരനായിട്ടുള്ള ആളാണ് രാജാവ് മഹ്മൂദാബാദ്. ഇയാള് ഒരു ഷിയ മുസ്ലിമാണ്. ഒരു ജിന്ന സുന്നി മുസ്ലിം ആയിരുന്നപ്പോൾ ഇയാൾ ഒരു ഷിയ മുസ്ലിമാണ്. അപ്പോൾ ഇന്നിപ്പോ ഇന്ത്യയിൽ ഷിയാക്കളെ BJP മുസ്ലിം പിന്നെ വോട്ട് ബേസ് ആക്കി ഉപയോഗിക്കുമ്പോൾ, സുന്നികളെ കോൺഗ്രസും വോട്ട് ബേസ് ആക്കി ഉപയോഗിക്കുമ്പോൾ ഈ രണ്ട് സമുദായക്കാരും നമ്പാൻ കൊള്ളില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് രാജാവ് മഹ്മൂദാബാദ് എന്ന് പറയുന്ന ആളുടെ ഹിസ്റ്ററി എന്ന് പറയുന്നത്. എന്നിട്ട് ഇയാളെ കോമഡി എന്താ പറയുക, ഇയാള് പാകിസ്ഥാനൊക്കെ ഉണ്ടാക്കി പാകിസ്ഥാനൊക്കെ ഉണ്ടായതിനു ശേഷം ഇയാള് പാകിസ്ഥാൻ ഉണ്ടാക്കിയ സമയത്ത് ഇയാള് പാകിസ്ഥാനിൽ പിന്നെ പാകിസ്ഥാനായി എന്ന് പറഞ്ഞിട്ട് അത് അനൗൺസ് ചെയ്തതിന് സമയത്ത് ഇയാള് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലോട്ട് പറക്കുന്നു. എന്നിട്ട് പാകിസ്ഥാനിൽ നിന്നിട്ട് പിറ്റേ ദിവസം തന്നെ ഇറാനിലോട്ട് പറക്കുന്നു. എന്നിട്ട് ഇയാൾ ഇറാനിൽ വെച്ചിട്ടാണ് മരിക്കുന്നത്. അപ്പൊ ചോദ്യം, ഇയാൾ എന്തിനാണ് ഇറാനിലോട്ട് പോയത്? പാകിസ്ഥാൻ വേണ്ടി ഉണ്ടാക്കാൻ വേണ്ടി ഇത്ര അധികം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ എന്തിനാണ് പാകിസ്ഥാനിലോട്ട് പോയത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോ കാരണം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ വലിയ പൈസക്കാരനായിരുന്നു, വലിയ കുറെ ഭൂമി ഉള്ള ഭൂസ്വത്തുള്ള പൈസക്കാരനായിരുന്നു. അപ്പോൾ ഇയാൾ പാകിസ്ഥാനിൽ പോയിരുന്നെങ്കിൽ ഇയാളുടെ ഭൂമി ഗവൺമെന്റിന് എടുക്കാം. അതായത് ഈ പാർട്ടീഷന്റെ സമയത്ത് ഇന്ത്യയിലുള്ള ആൾക്കാർ, പാകിസ്ഥാനിൽ പോയ ആൾക്കാരുടെ ഭൂമിയൊക്കെ ഗവൺമെന്റിന് നോക്കിയെടുക്കാം എന്നുള്ളൊരു റൂൾ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഭൂമിയൊക്കെ അനാഥമായി പോകില്ലേ. അപ്പൊ ആ രീതിയിൽ ഭൂമി പോവാതിരിക്കാൻ, ഇയാളുടെ സമ്പത്ത് പോവാതിരിക്കാൻ വേണ്ടി ഇയാൾ വളരെ കണ്ണിങ് ആയിട്ട് കളിച്ചൊരു കളിയാണത്. പാകിസ്ഥാൻ ഉണ്ടാക്കുന്നു. പാകിസ്ഥാന് ഉണ്ടാക്കിയതിന് ശേഷം പിറ്റേ ദിവസം തന്നെ ഇയാൾ എന്ത് ചെയ്യുന്നു, പാകിസ്ഥാനിൽ പോയിട്ട് അവിടെ മുഖം കാണിച്ചിട്ട് നേരെ ഇറാനിലോട്ട് പിന്നെ കടന്നു കളയുന്നു. എന്നിട്ട് പറയാണ് ഞാൻ പാകിസ്ഥാനിലോട്ട് പോയിട്ടില്ല. അപ്പൊ ഇയാളുടെ ഭൂമി പിടിച്ചെടുക്കാനുള്ള ആ ഒരു നിയമം ഇവിടെ പ്രാബല്യത്തിൽ വരുന്നില്ല. കാരണം പാകിസ്ഥാനിലോട്ട് പോയാലല്ലേ ഭൂമി പിടിച്ചെടുക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് ഇയാളെ കുടുംബത്തിനെ ഇവിടെ നിർത്തിക്കൊണ്ട് ഇയാള് ഇറാനിലോട്ട് പോകുന്നു. എന്നിട്ട് ഇയാൾ എന്താ കാരണം പറഞ്ഞെന്ന് അറിയോ പാകിസ്ഥാനിൽ നിൽക്കാതിരിക്കാന്? ഞാൻ ഈ പാർട്ടീഷൻ ഉണ്ടായ സമയത്തുണ്ടായ ബ്ലഡ് ഷെഡ് കണ്ടിട്ട് എനിക്ക് സങ്കടം വന്നിട്ട് ഞാൻ പാകിസ്ഥാനിൽ നിൽക്കാതിരുന്നത് ഇത് അങ്ങനത്തെ മൊണ്ണൻ പിന്നെ റീസണിങ് വെച്ചിട്ട് ഇയാൾ ഇറാനിലോട്ട് കടക്കുന്നു. അപ്പോൾ ബുദ്ധിയുള്ള ഏതൊരാൾക്കും നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇയാൾ കളിച്ച കളി എന്താണെന്നുള്ളത്, ഇയാൾ എന്തിനാണ് പാകിസ്ഥാനിൽ നിൽക്കാതിരുന്നത് എന്നുള്ളത്. എന്നിട്ട് ഇയാൾക്ക് ഇപ്പോഴും വലിയൊരു ഭൂമി ഇയാളെ കുടുംബത്തിന് ഭൂസ്വത്തും സ്വത്തും UP-യിൽ ഇയാൾക്ക് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അത് ഇയാളുടെ ഒരു പേരക്കുട്ടീന്റെ പേര് ഇപ്പൊ അടുത്ത് ന്യൂസിൽ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ട്, ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് അശോക യൂണിവേഴ്സിറ്റിയിലുള്ള ഒരു പ്രൊഫസറിനെ അറസ്റ്റ് ചെയ്തതാണ്. അയാളെ പേര് അലി ഖാൻ മഹ്മൂദാബാദ്. യു സീ ദി അയണി ഹിയർ, അതായത് യു സീ ദി ക്രിട്ടിക്കൽ അയണി ഹിയർ. അതായത് പൃഥ്വിരാജ് പറയുന്ന പോലെ, അപ്പോൾ നോ ചാർജസ് ടു ബി ഫ്രെയിംഡ് അൺടിൽ ബിഗ് കോർട്ട് റിലീഫ് ഫോർ അശോക യൂണിവേഴ്സിറ്റി പ്രൊഫസർ. അത് അലി ഖാൻ മഹ്മൂദാബാദ് എന്ന് പറയുന്ന അശോക യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ പിന്നെ സോഫിയ ഖുറേഷിനെതിരെയും യോമിക സിംഗിനെതിരെയും, അതായത് നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചിരുന്ന രണ്ട് കമാൻഡേഴ്സിനെതിരെ മോശമായിട്ടുള്ള രീതിയിൽ ആന്റി ഇന്ത്യ പോസ്റ്റുകൾ ഇടുന്നു. ഇവർക്ക് രണ്ടുപേർക്കെതിരെയും പോസ്റ്റുകൾ ഇടുന്നു. പുള്ളിക്കാരൻ അറസ്റ്റ് ചെയ്യുന്നു. ഇയാള് പിന്നെ രാജാവ് മഹ്മൂദാബാദിന്റെ പേരക്കുട്ടിയാണ്. അപ്പോൾ രാജാവ് മഹ്മൂദാബാദിന്റെ അതേ ആന്റി ഇന്ത്യ സെന്റിമെന്റ്സ്, അതേ ഇസ്ലാമിക് ടെററിസ്റ്റ് മൈൻഡ് സെറ്റ് ഈ മകനുണ്ട്, ഈ പേരക്കുട്ടിക്കുണ്ട് എന്നുള്ളതാണ് ഈ ഒരു സംഭവം മനസ്സിലാക്കണം. അതാണ് നമ്മൾ പറയുന്നത്, ഇസ്ലാം എന്നുള്ള വൈറസ് അതാണ് ഇതിനൊക്കെ കാരണം. അപ്പൊ ആ വൈറസ് ആണ് മുസ്ലിങ്ങളെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നത്. മുസ്ലിങ്ങളെ രക്ഷപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളിലുള്ള ഇസ്ലാമിക് വൈറസിനെ നമ്മൾ ഡിലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അവർ രക്ഷപ്പെടില്ല. ഇതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ രീതിയിലാണ് ഇവിടെ ഇവിടെ മുസ്ലിമഫോബിയ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് ഇസ്ലാമിനെ ഡിലീറ്റ് ചെയ്യേണ്ടത് നമ്മൾ പറയുമ്പോൾ ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞ് നമ്മൾ ക്യാൻസൽ ചെയ്യുന്ന ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, മുസ്ലിങ്ങളോട് നമ്മൾ സ്ക്രിപ്റ്റേഴ്സിന്റെ മോശത്തരൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവരെ മാറ്റാൻ നോക്കുമ്പോൾ അതിന്റെ ഇടയിൽ കൂടി നിന്നിട്ട് പുൽത്തൊട്ടിയിലെ പുൽത്തൊട്ടി തവളാച്ചോ പുൽത്തൊട്ടിയിലെ ചാവാളിപ്പട്ടികളായിക്കൊണ്ട് ഈ പറഞ്ഞ പോലെ പ്രത്യുഷ് വാമന ദേവനും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, കുറെ എക്സ് മുസ്ലിം സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇവര് അവിടെ കയറിയിട്ട് ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിമഫോബിയ വളർത്തിക്കൊണ്ടിരിക്കുക അവിടെ.
അല്ലെങ്കിൽ മുസ്ലിങ്ങളെ ഇതിൽ നിന്നൊക്കെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങളോട് ഈ വെറുപ്പ് ഇല്ലാണ്ടാവുകയല്ലേ ചെയ്യുക. മുസ്ലിങ്ങൾ ഈ പരിപാടിക്കൊന്നും ഇറങ്ങില്ല, ആ രീതിയിൽ അവിടെ ആ ഒരു മുസ്ലിം ഫോബിയ ഇല്ലാണ്ടാവുകയാണ് ചെയ്യുക. അപ്പോൾ ഇസ്ലാമോഫോബിയ ശരിക്കും ഇസ്ലാമോഫോബിയ അല്ല, അത് ഇസ്ലാമോഫിയർ ആണെന്ന് പറയേണ്ട സ്ഥലത്ത് അതിനെ ഈ ഇസ്ലാമോ ലെഫ്റ്റിന്റെ അതേ നാരേറ്റീവ് കൂട്ടുപിടിച്ചുകൊണ്ട് ഈ ബോക്സ് ചെയ്യുന്ന പരിപാടി പുൽത്തൊട്ടിയിലെ ചാവാലിപ്പട്ടത്തിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് നമ്മൾ ഈ കാണിക്കുന്നത്, അലിഖാൻ അഹമ്മദാബാദിന്റെ ഈ എക്സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പറയാനുള്ളത്. താങ്ക് യു സോ മച്ച്. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.